പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസി, ഒരു ആൻറ്റിയാണ് കടന്നു വന്നിരിക്കുന്നത്. നമ്മളോടൊപ്പം തൻ്റെ ജീവിതത്തിൻ്റെ വലിയ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് കർത്താവ് തന്നെ നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഒത്തിരിയുണ്ട്. നിങ്ങളൊക്കെ അത് ശ്രദ്ധയോടെ കേട്ടാൽ നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹവും വിടുതലും കർത്താവിനോട് നിങ്ങൾക്കത് അടുക്കാൻ ഒരു വലിയൊരു മുഖാന്തരവുമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് ആൻറ്റി, പ്രൈസ് ലോർഡ്. എന്തോ ഉണ്ട്? സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പകൽക്കാലം ഈ സമയം സന്തോഷമായിരിക്കുന്നോ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, ഞങ്ങളോടൊപ്പം എവിടുന്നാ ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാനിപ്പോൾ ചാത്തന്നൂരുന്ന. ഓക്കെ ഓക്കെ. ഒത്തിരി അനുഭവങ്ങൾ കാണുമല്ലോ, കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ അല്ലേ? അതെ. ഓക്കെ, അതിനുള്ള സമയം ഞാൻ ആൻറ്റിക്ക് തരാം. ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് അതിനുള്ള സമയം തരാം കേട്ടോ. ഓക്കെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പാങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി പിതാവേ. പ്രിയ മാതാവുമായ ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ കർത്താവ് ഇടയാക്കി കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം കർത്താവേ. നമ്മുടെ ദാസ്യ ദൈവം ബലപ്പെടുത്തുമാറാകണമേ കർത്താവേ. വാർദ്ധക്യത്തിലും കർത്താവ് നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യുവാനുള്ള എല്ലാ ദൈവകൃപ പരിശുദ്ധാത്മാവ് കൊടുത്ത് എൻ്റെ ദാസ്യ ദൈവം നടത്തണേ. വായോടും നാവോടും ഒക്കെ കൂടെ ഇരിക്കണമേ. കേൾവിക്കാർക്ക് വലിയ വിടുതലായി തീരട്ട് കർത്താവേ. സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വീട്ടിൽ ആരൊക്കെയുണ്ട്? എത്ര മക്കളുണ്ട്? ഒന്ന് പറഞ്ഞാട്ട് അത് കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം. എനിക്ക് 6 മക്കളുണ്ട്. അതെ. പിന്നെ എല്ലാവരും പല സ്ഥലത്താണ് താമസിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് 6 ഒരാൾക്ക് ഒരു മോനുണ്ട്, ഏറ്റവും ഇളയ മോക്ക്. ബാക്കി എല്ലാവർക്കും 2 മക്കളാകുന്നു. എല്ലാവരും കുടുംബശ്രായി. പിന്നെ കൊച്ചു മൂത്ത മോൾക്കും രണ്ടാമത്തെ മോനും 2 കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചു. അവർക്ക് 2 കുഞ്ഞുമക്കളുണ്ട്. ഒരാൾക്ക് 1.5 വയസ്സും ഒരാൾക്ക് 2 വയസ്സുമായ ഒരു കുഞ്ഞുങ്ങളാകുന്നു. അങ്ങനെ 3ാം തലമുറ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയൊക്കെയുള്ള ജീവിത രീതിയാണ്. ഒരുപാട് കഷ്ടത്തിൽ കൂടിയാകുന്നു ഈ സമയം. ആമേൻ. സ്തോത്രം. ഞാൻ എന്നാൽ ഞാൻ ആന്റിക്ക് ഇനിയുള്ള സമയം ഞാൻ നൽകി തരികയാണ്. ആന്റിയുടെ ജീവിതത്തിന്റെ അനുഭവം ചെറുതിലെ തൊട്ടുള്ളത് പറയാവുന്നതൊക്കെ പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. വെൽക്കം ആന്റി. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ വൈകിളികളിൽ ആമേൻ സ്തോത്രം കർത്താവിന്റെ നാമത്തിൽ ഈ ടിവിയോടനുബന്ധിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഒരു സാക്ഷ്യം നിൽപ്പാൻ ദൈവം തന്ന അവസരത്തിന് സ്തോത്രം. അത് ദൈവത്തിന് ആദ്യമായി നന്ദി സ്തോത്രം അർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനുപരിയായി കർത്താവിന്റെ ദാസി ഈ ടിവിയിൽ സ്തോത്രം വളരെ ശക്തമായി കർത്താവിന്റെ ദാസിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാകുന്നത് എനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസിയെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിൽ നന്ദി. എന്റെ കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ദൈവത്തിന്റെ നാമത്തിൽ എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് സാക്ഷ്യത്തിനായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവെ, നന്ദി ഹൃദയത്തോട് സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, കർത്താവിന്റെ ദാസിയെ ഏൽപ്പിക്കുന്നു. ദൈവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ കർത്താവെ സമർപ്പിക്കും. ദൈവമേ, കർത്താവ് തന്ന സ്തോത്ര ഹല്ലേലൂയ. കൃപയിൽ നിന്നുകൊണ്ട് കർത്താവ് തന്ന കൃപയ്ക്ക് അനുസരിച്ച് കർത്താവെ ഇത് പകൽക്കാരുടെ സാക്ഷ്യങ്ങൾ പറയുവാൻ ദൈവം സഹായിക്കുന്നത്. മറ്റുള്ളവർക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് ഒരു സാക്ഷ്യത്തെ വിളവാക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. അതിനാദ്യ കരത്തിലെ സമർപ്പിക്കുന്നു. എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതൊരു സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ കൃപയോട് കേൾക്കുമാറാക്കണമേ. ആമേൻ. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന് സന്ധിയോട് സ്തോത്രം. ഞാൻ ഒരു ക്രിസ്തീയ വിവാഹത്തിൽ ജനിച്ചു വളർന്നവളാകുന്നു. എന്റെ മാതാപിതാക്കൾ വളരെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാകുന്നു. അവരിൽ നിന്ന് ഞങ്ങൾ ജനിച്ചു വളരുവാൻ ദൈവം സഹായിച്ചു. അതിന് 6 മക്കൾ എൻ്റെ അമ്മയ്ക്കുണ്ട്. എന്നാൽ അവർ 2 പേര് മരണപ്പെട്ടു പോയി. 4 മക്കൾ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും മൂത്തതാകുന്നു ഞാൻ. സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ മാതാപിതാക്കൾ ദൈവത്തിന് സ്തോത്രം പാരമ്പര്യ കെട്ടുപാടിൽ നിന്ന് മാതാപിതാക്കളാകുന്നു. ഞങ്ങൾ സാൽവേഷൻ ആർമി
ചർച്ചിൽ ആരാധനയ്ക്ക് കടന്നു പോയതായിരുന്നു എൻ്റെ മാതാപിതാക്കൾ. എന്നാൽ എന്നെ വിവാഹം കഴിച്ച എൻ്റെ ഭർത്താവ് CSL എൻ്റെ അംഗമായിരുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അങ്ങനെ ഞങ്ങളെ മാതാപിതാക്കൾ വളരെ കഷ്ടതയിൽ കൂടി സ്തോത്രം ഞങ്ങളെ വളർത്തി. അന്നത്തെ കാലത്തൊക്കെ വളരെ പ്രയാസം നിറഞ്ഞ സമയങ്ങളായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം പോലും മാതാപിതാക്കൾക്ക് തരുവാൻ, ഞങ്ങളെ നോക്കുവാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അതിന് അവസരമില്ലായിരുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എന്നാൽ പ്രിയസുരന്റെ അമ്മയുടെ അപ്പച്ചൻ സ്തോത്രം, അപ്പച്ചൻ വളരെ കൃഷിക്കാരനായിരുന്നു. വളരെ സ്തോത്രം പല രീതിയിലുള്ള കൃഷികളൊക്കെ ഇറക്കി അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ നിന്നാകുന്നു എൻ്റെ അമ്മയുടെ മക്കൾക്കും അമ്മയ്ക്കും ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു വരുവാൻ അപ്പച്ചനെ സഹായിച്ച അപ്പച്ചൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാതെ ഞങ്ങൾക്ക് ഭക്ഷണം തരത്തില്ല. പ്രൈസലോട് ഹാലലിയ. വളരെ കാര്യമായിട്ട് വളരെ യേശുവിനെ പറ്റി കാര്യങ്ങൾ പറയുകയും പാരമ്പര്യക്കെട്ടുപാട് നിന്ന ഒരു വ്യക്തിയാണെങ്കിലും ദൈവത്തിന് സ്തോത്രം ശക്തമായി വളരെ വിശ്വാസത്തിലുള്ളൊരു അപ്പച്ചനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അപ്പച്ചനെ ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളെ അപ്പച്ചന്റെ സ്തോത്രം കൈക്കീഴിൽ ഞങ്ങൾ വളരുവാനും വളരെ ഞങ്ങൾക്ക് നല്ല ഭക്ഷണങ്ങൾ സ്തോത്രം അന്നത്തെ രീതിയിൽ അപ്പച്ചൻ കാര്യങ്ങളൊക്കെ കൃഷികളൊക്കെ ഇറക്കി ദൈവം അതിൽ കൂടി ഞങ്ങൾക്ക് ഭക്ഷിപ്പാനൊക്കെ ദൈവം കർത്താവ് കൃപ തന്നു. അങ്ങനെയാകുന്നു ഞങ്ങളുടെ വളർച്ച. എന്നാൽ ഞങ്ങൾ കുറച്ച് നാൾ മാത്രം സാൽവേഷൻ ആർമിയിൽ ഇങ്ങനെ അമ്മ നിൽക്കുവാൻ കാരണമായതാൽ ഞങ്ങൾക്ക് അങ്ങനെ നിന്നപ്പോൾ നമുക്കൊരു സന്തോഷമില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്നാൽ പലരും വന്ന് നമ്മുടെ ദൈവത്തിന്റെ അനുഭവത്തിലേക്ക് വരണമെന്ന് പലപ്പോഴും സംസാരിക്കണം. എന്നാൽ അവരോട് എനിക്ക് ഭയങ്കര എതിരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എതിർ പറഞ്ഞു, അങ്ങനെ ഒന്നും പറ്റത്തില്ല, ഞങ്ങളുടെ ചർച്ച വിട്ട് ഞങ്ങൾ പോകത്തില്ല. ഇതൊക്കെ ഞാൻ വളരെ ശക്തമായി എതിർത്തു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് എന്നെ കുടുംബമായി ഞങ്ങളെ 6 മക്കളെ എൻ്റെ ഭർത്താവിനെ ഞാനും എൻ്റെ അമ്മ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും രക്ഷിക്കപ്പെടുവാൻ കാരണമായി സ്തോത്രം. ഞങ്ങൾ ഷാരോൺ ചർച്ച് ചാത്തന്നൂർ ഷാരോൺ ചർച്ചിലാകുന്നു ഞങ്ങൾ അവിടുത്തെ അംഗത്വം എടുത്തിരിക്കുന്നത്. 40 വർഷത്തിൽ കൂടി അധികമായിരിക്കുന്നു ഞങ്ങൾ ആ ചർച്ചിൽ പോയി ആരാധനയ്ക്ക് കടന്നുപോയത്. ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്ക് കടന്നുപോയി. അങ്ങനെ ഞങ്ങൾ സ്തോത്രം വളരെ സന്തോഷകരമായ ജീവിതത്തിൽ മുന്നേറുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഇടയ്ക്ക് വെച്ച് അമ്മയ്ക്ക് നല്ല ആത്മാവിൽ അഭിഷേകം പ്രാപിച്ചാകുന്നു സ്ഥാനപ്പെട്ട് പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച് ദൈവത്തിന് സന്നിധിയിൽ വിശ്വസ്തയോട് നിന്നായിരുന്നു എൻ്റെ മാതാവ്. അങ്ങനെ എനിക്കും എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും 6 കുഞ്ഞുങ്ങളും രക്ഷിക്കപ്പെടുവാൻ സ്ഥാനപ്പെടുവാൻ ദൈവത്തിന് വേണ്ടി അധികമായി ശോഭിപ്പാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ മക്കളെ കൊച്ചുമക്കളെ കർത്താവ് സഹായിച്ചു. അതിൽ കൂടിയാകുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ ശൈലി മാറുവാൻ തുടങ്ങിയത്. വളരെ അനുഗ്രഹപ്പെട്ട നിമിഷത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തി. ഞങ്ങൾക്ക് സ്തോത്രം വീടുന്നൊക്കെ തന്നു. എന്നാൽ ഞങ്ങളൊരു ചെറിയ ഭവനത്തിലായിരുന്നു ഈ 6 മക്കളെയും കൊണ്ട് ഞാനും എൻ്റെ കുടുംബവും താമസിച്ചിരുന്നത്. ആ കുടുംബത്തിൽ ആ ഭവനത്തിൽ നിന്നുകൊണ്ടാകുന്നു ദൈവത്തിന് സ്തോത്രം എൻ്റെ 6 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും അവരെ നല്ല രീതിയിൽ വളർത്തുവാനും ഒക്കെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എന്നാൽ ഒരു മോൾ മാത്രമേ പഠിക്കാറുള്ളൂ. 8ാം സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടുള്ളൂ. കാരണം താഴോട്ടുള്ള കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ആരുമില്ല. സ്തോത്രം. ജോലിക്ക് പോകണമല്ലോ. അപ്പോൾ കുഞ്ഞിനെ അവിടെ എങ്ങനെ ആ ഭവനത്തിൽ കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കാൻ മോളെ ഞങ്ങൾ സഹായിച്ചു. അതിനുവേണ്ടി ഇരുത്തി. എന്നാൽ സ്തോത്രം അവളാണ് അനുഗ്രഹപ്പെട്ട് ദൈവത്തിന് ദൈവനാമത്തെ അനുഗ്രഹപ്പെട്ടിരിക്കുന്ന എല്ലാ നിലയിലും സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ആരാധനയ്ക്ക് കടന്നുപോയി. അങ്ങനെ സ്തോത്രം എൻ്റെ ഭർത്താവ് ആകുന്നെങ്കിൽ പഴയ സ്തോത്രം അന്നത്തെ സമയങ്ങളിൽ എന്നെ വിവാഹം കഴിക്കുന്ന മുൻപ് തന്നെ പുള്ളി പോയി നെടുമങ്ങാട്ട്, തിരുവനന്തപുരം നെടുമങ്ങാട്ട് കമ്പോളത്തിൽ കടന്നു ചെന്ന് കുട്ട, മുറം, വട്ടി, പരമ്പ് ഇങ്ങനെയൊക്കെയുള്ള കുടി വ്യവസായം ഉണ്ടായിരുന്നു. അത് അങ്ങനെ എടുക്കും. സാധനം വിലയ്ക്ക് വാങ്ങി പരവൂർ നമ്മുടെ കമ്പോളത്തിനകത്ത് ഒരു മുറി കട എടുത്ത് എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ അവിടെ ബിസിനസ് ചെയ്യുമായിരുന്നു. ആ ബിസിനസ്സിൽ നല്ല നന്മകളൊക്കെ ലഭിച്ചു. അങ്ങനെ ആ
കാര്യങ്ങൾ ആമേ പ്രൈസറോ ഞങ്ങൾക്കൊരു എന്നെ വിവാഹം കഴിച്ച എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയി നല്ല പ്രായപൂർത്തിയായതിനു ശേഷം ആ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടി ആകുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ അവയെ പഠിക്കുവാനും അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്യുവാനും ദൈവത്തിന് സ്വന്തം അതിൽ കൂടിയുള്ള നന്മയായിരുന്നു. ഞാനൊരു ഫാക്ടറി ജോലിക്കാരിയാകുന്നു, കശുവണ്ടി ഫാക്ടറിയിലെ ഒരു തൊഴിലാളിയായിരുന്നു. അപ്പോൾ എനിക്ക് ജോലിയില്ലാതെ വരുമ്പോൾ ഞാനും പോയി ഒന്ന് സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്വതന്ത്രന്റെ ഒന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ദൈവത്തിന് സ്വതെങ്കിലും ഞാനും പോകും എൻ്റെ ഭർത്താവിനെ സഹായിപ്പാൻ. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ദൈവത്തിന് സ്വതന്ത്രം പറയട്ടെ. സ്വതന്ത്രം എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല രീതിയിൽ വിവാഹം കഴിക്കുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന് സ്വതന്ത്രം തലമുറകളുണ്ടായി. ദൈവത്തിന് സ്വതന്ത്രന് ശേഷം കർത്താവ് പ്രിയസന്റെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചു, ഡിഗ്രി വരെ പഠിപ്പിച്ചിട്ട് സ്തോത്ര ഹല്ലേലൂയ എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടാമത്തെ മോൾ ലാബ് പഠിച്ചു, മൂന്നാമത്തെ മോൾ നേഴ്സിംഗിന് പഠിച്ചു. അങ്ങനെ അവരെ പഠിപ്പിച്ച് അങ്ങനെ അവർക്ക് പഠിത്തം കഴിഞ്ഞ് നല്ല ജോലി ലഭിച്ചു. അവിടെ അവർക്കുള്ള ആ വരുമാനം കൂടെ വന്നപ്പോഴത്തേന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ഉയർച്ച വരുവാൻ കാരണമായി തീർന്നു. പ്രൈസറോട് ഹല്ലേലൂയ. എന്നാൽ പ്രൈസറോട് കുഞ്ഞുങ്ങളൊക്കെ പ്രൈസറോട് പ്രായമായി അവർ വിവാഹങ്ങളൊക്കെ 3 പേരെ വിവാഹം കഴിച്ചു. അതിനുശേഷം എൻ്റെ കർത്താവ് ദൈവത്തിന്റെ ദൈവം തന്റെ മകനെ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഇടവന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാകുന്നു. പിന്നെ ഞാൻ മാത്രമാകുന്നു. എൻ്റെ കുഞ്ഞുങ്ങളൊന്നും അത്ര പ്രാപ്തിയൊന്നും ആയില്ല. കാര്യങ്ങൾ ഇത്തിരി വളർന്നെങ്കിലും അവർക്ക് അത്ര മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് അറിഞ്ഞൂടാ. എന്നാൽ ആ മധ്യത്തിൽ ദൈവം എന്നെ വളരെ ശക്തമായി ദൈവം എന്നെ സ്വതന്ത്ര കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ ദൈവം എനിക്ക് സഹായിച്ചു. ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. വീണ്ടും പ്രാർത്ഥനയോട് ഞങ്ങളിങ്ങനെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഭവനം സ്തോത്രം നല്ല ഭവനം ദൈവം തരാൻ തന്നു. എന്നാൽ അതിന്റെ പണികൾ ഞങ്ങൾ ആരംഭിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം എനിക്ക് വലിയൊരു പനിയുടെ അസ്വസ്ഥതകൾ വന്നു. പനിയായിട്ടാണ് വന്നത്. എന്നാൽ അത് വലിയ പ്രയാസ നിലയിലേക്ക് അത് കൊണ്ടുപോകാൻ കാരണമായി. സ്വതന്ത്ര മരണം മുൻപിൽ കണ്ട വ്യക്തിയാകുന്നു ഞാൻ. സ്തോത്രം ഹല്ലേലൂയ. ഒരാഴ്ച ആശുപത്രിയിൽ ഇങ്ങനെ കിടന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം ഞാനിങ്ങനെ ഒരു കാഴ്ച കാണുന്നു. എന്നെ അടക്കുവാൻ കുഴി സ്തോത്രം റെഡിയാക്കി സ്തോത്രം കുഴി വെട്ടി പൂർത്തീകരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നു. ആ കുഴി ഞാൻ കാണുന്നു. എന്നാൽ എനിക്കൊരു ഭയമില്ല. അവിടെ എനിക്കൊന്നും അറിയാൻ വയ്യ. ശരീരം വീർത്ത് ഒരുമാതിരി വല്ലാത്തൊരു പരിസ്ഥിതിയിലായിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്തിരുന്നവരോട് പറഞ്ഞു, ഈ ആള് മരിച്ചു പോകും, ഇനി ഒന്നും രക്ഷയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആവശ്യമുള്ളതെല്ലാം കൊടുക്കാൻ പറഞ്ഞു. എന്താ ആഗ്രഹിക്കുന്നു പറയുന്നു അത് കുഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് പോയിട്ട് ഡോക്ടർ പോയിട്ട് അന്ന് പകല് ഒരു 12 മണി 1 മണി സമയമായി പോയപ്പോൾ ഞാൻ ഇങ്ങനെ കുഴി വെട്ടി എനിക്ക് എന്നെ അടക്കം ചെയ്യാനായിട്ടുള്ള പദ്ധതികളെല്ലാം ഒരുക്കി വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ കാണുന്നു എൻ്റെ തലയ്ക്കും തലയുടെ മുകൾ ഭാഗത്തും കാലിന്റെ ഭാഗത്തും ഒക്കെ പിശാചുകൾ, ഈ ലോകത്തെ ഏതെല്ലാം പിശാചുണ്ടോ ആ പിശാചെല്ലാം ഓരോ നിറത്തിൽ എൻ്റെ മുൻപിൽ വരിക. ഞാൻ യേശുവിന്റെ നാമത്തിൽ പോ പിശാച് എന്ന് ഞാൻ അതിനെയൊക്കെ ശാസിച്ചു വിട്ടു. അങ്ങനെ നിന്ന സമയത്തിന് കർത്താവാ ദൈവം എൻ്റെ മുമ്പിൽ വന്നു ശങ്കനെ സ്തോത്രം എടുത്ത് കാണിച്ചു. രക്താംബരം പോലെ ചുമന്ന് ഒരു ശങ്കനെ കാണിച്ചു. സ്തോത്രം ഹല്ലേലൂയ. കാണിച്ചു. അങ്ങനെ അതിൽ നിന്ന് 3 തുള്ളി രക്തം താരതാരയായി തുള്ളിയായി ഇറ്റ് വീഴുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. ആ ദർശനം ഞാൻ കണ്ടു. എന്നാൽ അതിനു മുമ്പേ ആ പിശാചിനോട് കർത്താവിനെ മുൻപിൽ വന്നിട്ട് പറയുന്നു, നിനക്ക് ഇവിടെ നിനക്ക് അധികാരം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. കേട്ടതിന് ശേഷമാണ് ഈ സ്തോത്രം ഈ ഭാഗം എന്നെ കാണിക്കുന്നത്. അപ്പോഴത് കണ്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ എനിക്ക് ഒരു വിചാരം ഒരു ഓർമ്മയില്ലാതെ കിടക്കുക. അപ്പോൾ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ കൈ നീട്ടുക എന്ന് പറഞ്ഞു. ഞാൻ കൈ നീട്ടിയപ്പോൾ ഒരു ചെങ്കോട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് ചെങ്കോട് ആകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഏറ്റുവാങ്ങി. ഇങ്ങനെ മൂളിയാ എടുക്കുന്ന വർത്താനം പറയാൻ എനിക്ക് വയ്യ. അതിങ്ങനെ ഏറ്റുവാങ്ങിയിട്ട് പിന്നെ സ്തോത്രം രണ്ടാമത് എന്നോട് പറഞ്ഞു, നിന്റെ വിരൽ നീട്ടാൻ പറഞ്ഞു. ഞാൻ ചൂണ്ടുവിരൽ ഞാനിങ്ങനെ നീട്ടി. അതിലൊരു സ്വർണ്ണ മോതിരം എൻ്റെ കയ്യിൽ അണിയിക്കുവാൻ കാരണമായി. അത് ഞാനിങ്ങനെ ഏറ്റുവാങ്ങി. മൂന്നാമത് എന്നോട് പറഞ്ഞു,
നിന്റെ കൈ വീണ്ടും നീട്ടുക എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കൈ നീട്ടിയപ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള ഒരു താക്കോൽ എൻ്റെ കയ്യിൽ തന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇത് പ്രാർത്ഥനയുടെ താക്കോലാകുന്നു. ദൈവത്തിനും സ്തോത്രം, ദൈവത്തിനും സ്തോത്രം, ദൈവത്തിനും നാമം. സ്തോത്രം. അവിടെ വലിയ ദൈവപ്രവൃത്തി നടക്കുവാൻ കാരണമായി എൻ്റെ സ്തോത്രം. അങ്ങനെ എന്നോട് തന്നിട്ട് എന്നോട് കർത്താവ് പറയുക, യോബിന്റെ ആയുസ്സിനെ നീട്ടിക്കൊടുത്ത കർത്താവ് നിന്റെ ആയുസ്സിനെ 15 സംവത്സരം നിനക്ക് ഞാൻ നീട്ടി തന്നിരിക്കുന്നു പറയാൻ കാരണമായി. അങ്ങനെ ഞാൻ ശബ്ദം കേട്ട് അത് കേട്ടപ്പോഴത്തേന് എനിക്ക് പ്രൈസ്തലോട് എൻ്റെ ശരീരത്ത് ആ താക്കോൽ കൈ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ശരീരത്തിന്റെ ആ വീക്കം സ്തോത്രം അതിന്റെ എല്ലാം മാറി. തൊലിപ്പുറത്ത് രോഗമായിരുന്നു, അതെല്ലാം മാറി പഴയ ശരീരമായി. ദൈവത്തിനും സ്തോത്രം പൂർണ്ണ സൗഖ്യമുള്ളവളായി ഞാൻ തീരുവാൻ കാരണമായി തീർന്നു. എന്നാൽ സ്തോത്ര ഹല്ലേലൂയ, അന്ന് വൈകിട്ട് ഈ ഡോക്ടർ വന്ന് എന്നെ പരിശോധിക്കാനായിട്ട് വന്നപ്പോൾ എന്നെ പറഞ്ഞുവിടാ, മരിച്ചു പോകും. ഡോക്ടർ പുതിയ എഴുതി പോയതാ. അപ്പോൾ ആ ദാസൻ കടന്നു വന്ന് ഡോക്ടർ എന്നെ പരിശോധിച്ചപ്പോൾ അത്ഭുതത്തോടെ എന്നെ നോക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചത്, എന്താ സംഭവിച്ചവിടെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഈ വ്യക്തിയുടെ മേൽ ഒരു രോഗവും ഇല്ല. സന്തോഷത്തോടെ നിങ്ങൾ ഭവനത്തിലേക്ക് കൊണ്ടുപോവീൻ എന്ന് പറയുവാൻ കാരണമായി. എത്ര നല്ല ഒരു കർത്താവാകുന്നു. രോഗിക്ക് വൈദ്യനാകുന്ന ക്രിസ്തു ആകുന്നു നമ്മുടെ കർത്താവ്. ആ കർത്താവിൽ നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കാരണമായി തീരും. അപ്പോൾ എന്നെ ഇനി പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും സ്തോത്രം, ഞാൻ കിടക്കുന്ന റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഹല്ലേലൂയ അവർ കണ്ണിലൂടെ 6 കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുന്ന ഒരു സമയമായിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ദൈവം തള്ളിക്കളഞ്ഞില്ല. ദൈവത്തിനും സ്തോത്രം. അതിൽ കൂടിയാകുന്നു എനിക്കൊരു അത് പറയാൻ കാരണം അറിഞ്ഞത് ഞാൻ വീട്ടിൽ വന്നപ്പോൾ മക്കളെല്ലാവരും എന്നോട് പറഞ്ഞു, ഞങ്ങൾ പുറത്തിറങ്ങി കൈകോർത്തിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് വേണ്ടി. അമ്മയുടെ ആയുസ്സിനെ തിരികെ കിട്ടണം, ഒരു രോഗമില്ലാതെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ അതിന്റെ തലേന്ന് എൻ്റെ ഇളയ മോള് അവൾ എന്നോട് കൂടി കൂട്ടിനിരിക്കുന്ന മോളായിരുന്നു. അപ്പോൾ ആ മോക്ക് അന്നത്തെ കാലത്ത് ഒരു മസൂരി തെണ്ണം വന്നു. അപ്പോൾ അത് ഒരു 3 തെണ്ണം മുഖത്തും തോളിന്റെ ഭാഗത്തും ഞാൻ കണ്ടു നോക്കിയപ്പോൾ 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ തന്നെ രാത്രി തന്നെ മോളെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ അവൾ കിടക്കുമ്പോൾ അപ്പോൾ ഞാൻ പിറ്റേന്ന് എന്നെ കൊണ്ടുവരുന്നു. അപ്പോൾ എനിക്ക് ഈ മനസ്സിൽ ഈ ഒരു വിചാരമുണ്ട്. അപ്പോൾ അത് ദൈവത്തിനറിയാമല്ലോ. സ്തോത്രം. നമ്മുടെ നിലവുകളെയും നമ്മുടെ വിചാരങ്ങളെ അറിയുന്ന കർത്താവാകുന്നു നമ്മുടെ ദൈവം. അവൻ ദൂരത്തും ചാരത്തും നിന്ന് നമ്മളെ ദർശിക്കുന്ന ഒരു കർത്താവാകുന്നു നമ്മുടെ ദൈവം. ആ ദൈവം എന്നോട് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, നീ കടന്നുപോയി വീട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞു കിടക്കുന്ന കട്ടിലിൽ നിന്റെ കരം തൊട്ട് സ്തോത്രം പറഞ്ഞാൽ മാത്രം മതി. ഈ രോഗപീഠകൾ നിന്റെ കുടുംബത്തിൽ ആർക്കും വരത്തില്ല. അയലത്തുള്ള ഭവനത്തിലുള്ള ഒരു വ്യക്തിക്കും ഈ രോഗം വരികയില്ല എന്ന് ദൈവം എന്നോട് പറയുവാൻ കാരണം. ഞാൻ അങ്ങനെ ഭവനത്തിൽ വന്നു കുഞ്ഞ് കിടക്കുന്ന സ്ഥാനത്ത് ഉടനെ വന്ന് ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ഞാനിങ്ങനെ കട്ടിലിൽ തൊട്ട് ഇങ്ങനെ സ്തോത്രം മാത്രം. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ സ്തോത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ സ്തോത്രം ചെയ്തു. സ്തോത്രം. പ്രൈസ് പറയട്ടെ. 9ന്റെ അന്ന് കുഞ്ഞിനെ എനിക്ക് കുളിപ്പിക്കുവാൻ കാരണമായിട്ടുള്ളൂ. 9 ദിവസം ഒരു പൊക്കാട് അതിൽ വന്നില്ല. അന്നത്തെ കാലത്ത് ഈ മസൂരി തെണ്ണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമായിരുന്നു. ഭയങ്കര ഭയമുള്ള ദിനങ്ങളായിരുന്നു. അപ്പോൾ സ്തോത്രം. മോക്ക് പിന്നെ പൊക്കാട വന്നില്ല. പൂർണ്ണമായി മോക്ക് ദൈവം സൗഖ്യം കൊടുത്ത് ഞങ്ങൾക്ക് ആർക്കും ഒരു വ്യക്തികൾക്ക് അസുഖം കടന്നു വരാതെ ദൈവം അതിൽ നിന്നൊക്കെ കർത്താവ് വിടുതൽ തന്നു. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ സ്തോത്രം ഹല്ലേലൂയ അങ്ങനെ ആയിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്ന് എൻ്റെ 2ന്റെ അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനോട് പറഞ്ഞു, നീ ഇന്ന് എണ്ണ തേച്ച് കുളിക്കണമെന്ന് ദൈവം എന്നോട് പറഞ്ഞു തരുക. അത് ഇന്ന രീതിയിലാകണമെന്ന് എന്നോട് പറഞ്ഞു. എണ്ണ അടുപ്പിൽ വെച്ച് ചൂടാക്കി തട്ടൊഴിച്ച് ചൂടാക്കി അത് 2 ജീരകം അതിലിട്ടണം. അല്പം ജീരകം ഇട്ട് അത് പൊട്ടിച്ച് അത്
താഴെ ഇറക്കി വെച്ച് അത് തണുക്കുമ്പോൾ അത് നീ നിന്റെ തലയിൽ ആമേ തേച്ച് നീ കുളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, വലിയ ഭാരമുള്ളതൊന്നും, ഭാരത്തിലുള്ള ഒന്നും പാത്രത്തിൽ വെള്ളം എടുക്കരുത്. അപ്പോൾ മഗ്നാത്ത വെള്ളം കോരി നീ കുളിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണമെന്ന് പറഞ്ഞു. അവിടെ എന്നെ അത് ഞാൻ ചെയ്യേണ്ട കുഞ്ഞുങ്ങൾ അത് ചെയ്തു തന്നു. അവിടെ ഞാൻ കുളിക്കാനായിട്ട് അവയെ ഞാൻ വന്നു. അവയ്ക്ക് കുളിക്കാൻ എൻ്റെ വസ്ത്രം ഊരിയപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഞാൻ കണ്ട് ഭയന്നു പോയി. ആദ്യം കണ്ടപ്പോൾ ഞാൻ വീട്ടിൽ ഭയന്നു പോയി. എൻ്റെ ശരീരം മൊത്തം മഞ്ഞ കളറിന് ആയിരിക്കുന്നു. മരിച്ച ശരീരം പോലെ ആയിരിക്കും. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. പിന്നെ എനിക്ക് ഭയമൊന്നും കർത്താവ് കൊണ്ടു തന്നില്ല. കർത്താവിന് അറിയാമല്ലോ. ഹല്ലേലൂയ. ഞാൻ ഭയന്ന അവിടെ ഒരു നോട്ടം നോക്കില്ല. പിന്നെ പെട്ടെന്ന് എന്നെ ഞാൻ കുളിച്ച് ഡ്രസ് ചെയ്ത് ഭവനത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ അങ്ങനെ ഞങ്ങള് അങ്ങനെ പാർക്കുമ്പോൾ വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. എന്നാൽ ഞങ്ങളുടെ ചർച്ചില് 21 ദിവസം ഉപവാസവും പ്രാർത്ഥനയും പ്രഖ്യാപിച്ചു. അതിന്റെ ഡേറ്റ് അടുത്ത് വരിക. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ 7 ദിവസം ഞാൻ ഫുള്ളായിട്ട് ദൈവസന്നിധിയിൽ ഉപവസിക്കാം എന്ന് ഞാൻ പറയാൻ കാരണമായി തീർന്നു. അപ്പോൾ ആ ഡേറ്റ് അടുത്തപ്പോൾ എനിക്ക് ഒത്തിരിയൊക്കെ സൗഖ്യമായി. എന്നാൽ കഴുത്ത് നേരെ നിൽക്കത്ത് കഴുത്തിനൊരു വിലക്കുറവുണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ എനിക്ക് പൂർണ്ണമായ സൗഖ്യം തന്നു. എന്നാൽ എൻ്റെ ഈ കഴുത്തിന്റെ വിലക്കുറവ് പഴയ നിലയിൽ തന്നെ കഴുത്ത് നല്ല രീതിയിൽ ബലമായിരിക്കണം. കർത്താവ് എനിക്ക് അത് ചെയ്തു തരണം കർത്താവെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എൻ്റെ ദൈവം അത്ഭുതമായി ആ ആരോഗ്യം കഴുത്തിന് തന്നു. എനിക്ക് ശരീരത്തെ ബലം തന്നു. ദൈവം അവിടെ മുതൽ വലിയ അത്ഭുതങ്ങളെ സ്വതന്ത്രന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ ആദ്യത്തിൽ ഈ ഉപവാസ പ്രാർത്ഥന തുടങ്ങിയ സന്ദർഭത്തിൽ ഞാൻ എങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വാസം തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുക, ദൈവം എന്നോട് കൂടി ഇരിക്കണം, എനിക്ക് വിശപ്പോ ദാഹോ മറ്റൊന്നും എൻ്റെ ശരീരത്തിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞപ്പം അടുത്ത പിശാച് എന്നോട് പറയുക, നീ ഒരു കാര്യം ചെയ്യും, അല്പ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിച്ചിട്ട് നീ പോണം. ഞാൻ പറഞ്ഞു, പോടാ പിശാചേ എന്ന് പറഞ്ഞു. സാത്താനെ, നീ എന്തോ എന്നോട് പറയുന്നത്? എടാ, ചോറിനെക്കാട്ടിയും ഗുണമുള്ളതാ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞു, നീ പോന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പോയി. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, 4 ദിവസമായി. എന്നാൽ ഒരു ചലനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ദൈവശബ്ദം കേൾക്കുന്നില്ല. പോകുന്നു വരുന്നു, എത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ വളരെ വളരെ ദുഃഖത്തോടെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഇന്ന് 5ാമത്തെ ദിവസം, യേശുവേ നിനക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നീ എന്നോട് സംസാരിക്കണം. അതിനായി എന്നതാ ഒരുക്കി നിന്റെ പാദപീഠത്തിൽ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ആലയത്തിലേക്ക് പോയി. സ്തോത്രം. ആലയത്തിൽ കടന്നിരുന്നു. പ്രാർത്ഥന ആരംഭിച്ചു. സ്തോത്രം. 1 പാട്ടുപാടി, 2 പാട്ടുപാടി, 3 പാട്ടുപാടി. 3ാമത്തെ പാട്ടിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മുൻപിൽ 10,000 ലൈറ്റ് കത്തി ഒരു പ്രകാശം എൻ്റെ മുൻപിൽ ചുറ്റുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ പ്രകാശത്തിൽ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ സ്തോത്രം ഞാൻ കാണുന്ന ഒരു കാഴ്ച, 2 സ്തോത്രം മുഴക്കോൽ അതിനകത്ത് 3 ചുറ്റിട്ട് ഒരു പാമ്പ് താഴോട്ട് തല താഴ്ത്തി കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ഞാൻ ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കുക. അപ്പോഴതിന്റെ 1 ചുറ്റഴിഞ്ഞു, 2 ചുറ്റഴിഞ്ഞു, 3ാമത്തെ ചുറ്റഴിഞ്ഞു. അത് സ്തോത്രം ഇത്ര വീതിക്ക്, ഒരു ചെറിയ വീതിക്ക് ഒരു പാത എന്നെ കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് ഞാൻ കണ്ടോണ്ടിരിക്കുക. അതിനോടൊപ്പം സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 5 ഭാഷാപരത്തോടുകൂടി എന്നെ അഭിഷേകം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. 5 ഭാഷ. ഒന്ന് ഹിന്ദി, ഉറുദു, തമിഴ്, ഇംഗ്ലീഷ്, മലയാളം, രക്തം ചെയ്യും ഇങ്ങനെ പറയൂ. എന്നാൽ ആദ്യഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ആരാധിക്കുന്ന ഇങ്ങനെ ടപ്പ് 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 എന്നായിരുന്നു ആദ്യത്തെ സ്തോത്രം. എന്റെ നാവിൽ കർത്താവ് തന്നത് എന്ത് ഭാഷയെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ സ്തോത്രം എന്റെ ദൈവം അനുഗ്രഹിച്ചു. സ്തോത്രം ആരാധിച്ച് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ആദ്യമായി ദൂത് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. സഭയ്ക്ക് ദൂത് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്ക് കഴിഞ്ഞു. പാട്ട് തീർന്നതിന് മുമ്പ് തന്നെ ദൈവം വീണ്ടും എന്നെ ഒരു കാഴ്ച കാണിച്ചത് വലിയൊരു വിശാലമായ ഒരു
വയൽ പ്രദേശം വരെ ദൈവം കാണിച്ചിട്ട് ഇങ്ങനെ അതിന്റെ നടുക്കൂടി ഒരു വണ്ടി വരമ്പുണ്ടായിരുന്നു. ആ വണ്ടി വരമ്പിൽ കൂടി നടക്കാൻ, മനുഷ്യർക്ക് നടക്കാൻ ആ പാതിൽ കൂടി നീ ഒരു ക്ഷേത്രത്തിന്റെ അങ്കണമായിരുന്നു അവൾക്ക് റോഡിലോട്ട് ചെല്ലുമ്പോൾ. അപ്പോൾ അത് കടന്ന് അവിടെ കാണുന്ന ഇരു സൈഡും കാണുന്ന ഭവനങ്ങൾ നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതാണ് എനിക്ക് ആദ്യമായി കർത്താവ് തന്നത്. ആദ്യം ഇങ്ങനെ 2 വിരൽ കാണിച്ചിട്ടാണ് പറഞ്ഞത് 2 ദിവസം പോയി പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ ഉപവാസ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. 3-4 ദിവസം ദൈവസന്നിധിയിരുന്ന് അവയെ പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി ഒരുങ്ങി. ദൈവത്തിന് സ്തോത്രം. ഞാൻ അങ്ങനെ കടന്നുപോയി. കടന്നുപോയി. ആമേ സ്തോത്ര ഹല്ലേലൂയ. ആമേ ദൈവത്തിന്റെ സന്നിധാനത്തിൽ കടന്നിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാനായി ഒരുങ്ങി. അവയെല്ലാം പറഞ്ഞ സ്ഥാനത്തൊക്കെ പ്രാർത്ഥിച്ചു. 2 ഭവനങ്ങളിൽ ഇരു സൈഡിലും പ്രാർത്ഥിച്ചു. അവയെ 2-ാമത്തെ ദിവസം പിന്നെ എന്നെ അയച്ചു കർത്താവ്. ഞാൻ അങ്ങനെ കടന്നുപോയി. സ്തോത്രം. പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ കടന്നുപോയി. 5-6 ഭവനങ്ങളൊക്കെ കടന്നുപോയി പ്രാർത്ഥിച്ചു. എന്നാൽ ലാസ്റ്റിൽ ഒരു കാവിന്റെ അടുത്തായിരുന്നു. ആ കാവിലെ സ്തോത്രം അതിന്റെ പൂജാരിയുടെ വീടായിരുന്നു ആ വീട്. സ്തോത്രം എന്നോട് പറഞ്ഞു അവിടെ കയറി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ കടന്നുപോയി. ചെന്നപ്പം സ്തോത്രം എന്നെ കണ്ട ഒരു ദേവത പോലെ ഇരിക്കുക ആ മോള്. 20-22 വയസ്സിനകത്ത് കാണുക മോള്. എന്നെ കണ്ടപ്പോൾ ആ മോള് ഭയന്ന്. ഞാനിങ്ങനെ നിൽക്കും. അങ്ങനെ എന്നോട് ഞാൻ പറഞ്ഞു, മോളെന്തിനാ പേടിക്കുന്നേ? ഞാനിവിടെ വന്നതേ യേശുവിന്റെ നാമത്തിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാനാ. യേശു എന്നെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടത്, എന്നെ വരാൻ പറഞ്ഞത്. അങ്ങനെ വന്ന അപ്പോൾ പ്രാർത്ഥിക്കാനും പറഞ്ഞില്ല, പ്രാർത്ഥിക്കേണ്ടതും പറഞ്ഞില്ല. അവിടെ ഇങ്ങനെ വലിയ വിഷമത്തോട് നിൽക്കുക, പേടിച്ചു നിൽക്കുക. ഞാൻ എങ്ങനെ ആ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ പതിയുന്നത് അവരെ ഭിത്തി ഭാഗത്ത് 3 ചുരുളിട്ടൊരു ഭയങ്കരമാകുന്ന ഒരു പാമ്പ് ചുറ്റി ഇങ്ങനെ ഇരിക്കുന്നു പടം. അപ്പോൾ അതിന്റെ അർത്ഥം ഈ ഭവനം ഇതിലുള്ള വ്യക്തികൾ എന്റെ അവകാശികളാ. അത് നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അതാണ് അതിന്റെ അർത്ഥം. എന്നാൽ ഞാൻ അവിടെ പ്രാർത്ഥിച്ചിട്ടു ഞാൻ ഇറങ്ങി വന്ന് റോഡിൽ വന്നപ്പോൾ പിന്നെ പോവുക, പ്രാർത്ഥിക്കാൻ പോകും. അപ്പോൾ കർത്താവ് അവിടെ വെച്ച് പറഞ്ഞു, ഇനി നീ അങ്ങോട്ട് പോകണ്ട, പ്രാർത്ഥിക്കണ്ട, തിരിഞ്ഞ് വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിഞ്ഞ് വീട്ടിൽ പോയി. ദൈവത്തിന് സന്ധിയോട്ടോടെ സ്തോത്രം ചെയ്തു സ്തുതിക്കുന്നു. കർത്താവ് സ്തോത്രം. അവിടെ മുതൽ ദൈവം എൻ്റെ പേരുകൾ അങ്ങ് വിശാല വരുത്തി. പലരും അറിഞ്ഞു, എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിന് മുമ്പ് ഒരു കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ സ്തോത്രം എൻ്റെ നാമത്തിൽ നീ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവേ, ഞാൻ ഇറങ്ങത്തില്ല. കർത്താവേ, ഞാൻ ഇറങ്ങത്തില്ല. ആത്മാവ് തങ്ങൾ വാദി പ്രതിമാഞ്ഞു. അപ്പോൾ എൻ്റെ യേശു എന്നോട് പറയുക, നീ എൻ്റെ നാമത്തിൽ ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ഞാൻ ഉന്മൂലനാശമാക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ കൈ അറിയാതെ മലർന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് എന്നെ സമർപ്പിച്ച്, കർത്താവേ, നിന്റെ ഹിതം എൻ്റെ മേൽ പ്രവർത്തിക്കണം. അതിനു വേണ്ടി നിന്റെ കരങ്ങൾ ഒരുക്കി സമർപ്പിക്കുന്ന കർത്താവേ എന്ന് പറഞ്ഞ് അവന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ കാരണമായി. എന്റെ ദൈവത്തിന് നാമം മഹത്വപ്പെട്ടെ. അവിടെ മുതൽ എൻ്റെ കുടുംബത്തിൽ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുവാൻ കാരണമായി. എൻ്റെ തലമുറയൊക്കെയും അനുഗ്രഹം പ്രാപിപ്പാൻ കാരണമായി. കൊച്ചുമക്കൾ അനുഗ്രഹം പ്രാപിപ്പാൻ കാരണമായി. ആ പരാജയത്തിൽ കിടന്ന പ്രതിസന്ധികൾ കിടന്ന ആ ജീവിതം ഒന്ന് പുറമോട്ട് നോക്കിയപ്പോൾ അത് എത്രയോ ഭയങ്കരമാകുന്ന പ്രയാസങ്ങളും ജീവിതത്തിൽ ഞങ്ങൾ തരണം ചെയ്തതായിരുന്നു. ദൈവത്തിന് കിടക്കാൻ ഭവനമില്ല. കൊച്ചു ഭവനത്തിൽ ഞങ്ങൾ 6 മക്കൾ ജീവിക്കണം. സ്തോത്ര ഹല്ലേലൂയ. അതിൽ കൂടി സ്തോത്ര ആ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി അനുഗ്രഹപ്പെട്ട ഭവനം തന്നു. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സ്തോത്രം അവരുടെ വിവാഹം കഴിക്കുവാൻ കാരണമായി തീർന്നു. നല്ല ഭർത്താക്കന്മാരെ അവർക്ക് ദൈവം കൊടുത്ത്, നല്ല മക്കളെ കൊടുത്ത്, നല്ല വിദ്യാഭ്യാസം. എൻ്റെ മക്കൾ പഠിക്കുന്നതിനേക്കാൾ നല്ല വിദ്യാഭ്യാസത്തിൽ കുഞ്ഞുങ്ങൾ അവരെ മക്കളെ പഠിപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചു. അന്ന് സ്തോത്ര ഹല്ലേലൂയ. ജോലിക്കാരായി എഞ്ചിനീയറുണ്ട്, ഡോക്ടർമാരുണ്ട്. ദൈവത്തിന് നന്ദി. സ്തോത്രം. ടീച്ചർമാരുണ്ട്, നേഴ്സുമാർ 3-4 പേരുണ്ട്. BS നേഴ്സ് ഒരു വ്യക്തിയുണ്ട്. അവൾ അയർലൻഡിലാകുന്നു. ദൈവത്തിന് നന്ദി കൊടുത്ത മൂത്ത മോടെ മക്കളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അത്രമാത്രം ദൈവം ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചു. ദൈവത്തിനും സ്തോത്രം. പ്രൈസർ കുപ്പയിൽ കിടക്കുന്ന കുപ്പയിൽ കിടന്നവരെ സ്തോത്രം ഉന്നതന്മാർക്കുള്ള മുന്നിൽ സ്തോത്രം ഉന്നതന്മാരോട് ചേർക്ക് ഇരുത്തുമെന്ന് അറിയിച്ച കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ദൈവനെ എല്ലാ നിലയിലും കർത്താവിനെ അനുഗ്രഹിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിച്ചു. പ്രൈസറോ പറയട്ടെ, പറഞ്ഞു തീർക്കാൻ മതി വരുത്തില്ല. അത്രമാത്രം എൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. സ്തോത്രം. ഞാൻ വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് കൊടുത്ത് ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷ ആരംഭിച്ച് പ്രതികൂലവും തുടങ്ങി. ഭയങ്കര പ്രതികൂലം.
ഇന്ന് ആ പ്രതികൂലം മാറിയിട്ടില്ല. ശുശ്രൂഷ മണ്ഡലത്തിൽ ആമേ സ്തോത്രം മുന്നോട്ട് തന്നെ വിടത്തില്ല. മനുഷ്യരുണ്ട്, ആമേ പിശാചുണ്ട്, ആമേ പല പ്രതികൂലത്തിൽ എന്നെ എങ്ങനെയെങ്കിലും തകർത്ത് കളയുവാൻ ആമേ സ്തോത്രം അങ്ങനെ ശത്രുവാൻ കാണിവെച്ചു. എന്നാൽ ആ സമയത്തൊക്കെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എനിക്കൊന്നും അറിഞ്ഞുകൂടാ, നീയാ എന്നെ വിളിച്ചത്, നീയാ എനിക്ക് ശുശ്രൂഷ തന്നത്. കർത്താവെ എനിക്ക് അവരോടൊന്നും പറഞ്ഞു നിൽക്കാൻ എന്നെ കൊണ്ടൊക്കത്തില്ല, ഞാൻ പറയത്തില്ല, നീ തന്നെ ഉത്തരവാദി. അങ്ങനെ ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ ഇതെല്ലാം ഞാൻ ഏൽപ്പിച്ചാണ് അവന്റെ ആര് പറഞ്ഞാലും, ഒരു വ്യക്തി എന്റെ മക്കൾ പറഞ്ഞാലും അമ്മേ അതിന് പോകരുതേ, പ്രാർത്ഥിക്കാൻ പോകരുതേ എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കത്തില്ല. കാരണം ഞാനാ കണ്ട ദർശനം, ഞാൻ കണ്ട വെളിപ്പാട്, എന്നോട് കർത്താവ് പറഞ്ഞ സംസാരിച്ച വാക്തത്വ വചനം, ദൈവത്തിന്റെ പ്രവൃത്തി ആമേ സ്തോത്രം കണ്ടത് ഞാനാ. അതുകൊണ്ട് എൻ്റെ യേശു മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞ് ആമേ സ്തോത്രം കർത്താവിനോട് ആമേ അടുത്തു നിൽപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിച്ചു. ഈ ചാത്തിനൂരേറിയ മൊത്തവും കയറിയിറങ്ങാത്ത വീടുകളിൽ അവിടെ എല്ലാവരെയും അവരെ വീടുകളിൽ എന്നെ അയച്ചു. അത് നടന്നു തന്നെ ഞാൻ പോകുന്നത്. ദൈവത്തിനോട് ആ നടന്ന് ആമയെ ബൈബിളും ആമയെ നെഞ്ചു വെച്ചുകൊണ്ട് ആമയെ സ്തോത്രം അവരോട് അണച്ചുകൊണ്ട് ഞാൻ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് കൊല്ലം ജില്ലയിൽ അനേക ഭവനങ്ങൾ കടന്നുപോയി പ്രാർത്ഥിപ്പാൻ കാരണമായി തീർന്നു. അങ്ങനെ ആകുന്നു പ്രൈസറോട് ഹല്ലേലൂയ പലരും എന്നെ അറിയപ്പെടുവാൻ കാരണമായത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കേരളത്തിൽ ഇങ്ങേറ്റം മുതൽ അങ്ങേയറ്റം വരെ ആമയെ സ്തോത്രം പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ ദൈവം വടക്കേന്ത്യ അറ്റം വരെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. കർത്താവിന്റെ ആമേ സ്തോത്രം സാക്ഷ്യം നിൽപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി വലിയ ആമേ സ്തോത്രം അവിടെ ഉയരപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. ആമേ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. അതിന് ശേഷം ദൈവത്തിന് സ്തോത്രം എന്റെ 4ാമത്തെ മോനാകുന്നു യുടെ പ്രദേശത്ത് ശുശ്രൂഷയിൽ വേലയിലായിരിക്കുന്നത് 21 വർഷമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ മുതൽ പ്രൈസറോട് ഹല്ലേലൂയ പല കഷ്ടതയിൽ കൂടി ഭാരത്തിൽ കൂടിയാകുന്നു സുവിശേഷ വേലയെ അവിടെ നിന്നത്. ദൈവത്തിന് സ്തോത്രം. തന്റെ ഭാര്യ മരുമകൾ ഒരു നേഴ്സാകുന്നു. അപ്പോൾ അവൾക്ക് സ്തോത്ര ജോലികൾ ചെയ്തതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഹിന്ദിക്കാർക്ക് അങ്ങോട്ട് കൊടുത്ത് അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും കാപ്പിയോ ചായയോ മറ്റൊന്നും എന്തെങ്കിലും അവർക്ക് അങ്ങനെ കൊടുത്തെങ്കിലേ നമുക്ക് ആത്മാക്കളെ നേടാനൊക്കത്തുള്ളൂ. കിട്ടുന്ന നന്മകളൊക്കെ അങ്ങനെ കർത്താവിന്റെ നാമത്തിൽ അവർ ചെയ്ത് ആത്മാക്കളെ നേടി. ദൈവത്തിന് സ്തോത്രം. ആദ്യം ആത്മാക്കൾ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് പറയട്ടെ, 10-40 കുടുംബങ്ങൾ കർത്താവ് യുടെ പ്രദേശത്ത് കർത്താവ് കൊടുക്കുവാൻ കാരണമായി തീർന്നു. അവിടെ നിന്ന് കർത്താവിന്റെ വേല ചെയ്ത് കർത്താവിന്റെ സ്തോത്രം കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ കർത്താവിന്റെ മകനെ കർത്താവ് സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൽ മുന്നേറുവാൻ ദൈവം സഹായിച്ചു. 10 ദൈവത്തിന്റെ ദാസന്മാർ എന്റെ ദാസനോട് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. 10 പ്രവർത്തനമുണ്ട്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എന്നാൽ അവർ ഈ 21 വർഷവും 21ാമത്തെ വർഷമാകുന്നു അവിടെ പോയ സമയം മുതൽ അവരെ ബൈബിൾ കോളേജിന് വാടക കൊടുക്കണം. ആരാധന നടത്തുന്ന ഹോളിന് വാടക കൊടുക്കണം. പാർക്കുന്ന ഭവനത്തിന് വാടക കൊടുക്കണം. 33,000 രൂപയാണ് ഒരു മാസം വാടക ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 33,000 രൂപ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വരെ അവരെ അത്ഭുതമായി ദൈവം നടത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവം സ്തോത്രം വിളിച്ചിട്ട് വൃഥാ നമ്മളെ വിടുന്ന കോവയല്ല. അവന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നാണ് വചനം തിരുവചനം പറയുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ ദൈവാത്മാവ് എന്ത് പറയുന്നു? ഒരാൾ വന്നൊരു ആലോചന പുറത്താൽ ആ ആലോചന വിശ്വസിച്ചെടുത്ത് മോൻ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാകുന്നു ഇന്ന് വരെ. അതുകൊണ്ട് ദൈവം മോനെ അല്പകഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു, അതെല്ലാം മാറ്റി ഇന്ന് അനുഗ്രഹത്തോടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നു. 2 മക്കളുണ്ട്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആ മക്കളിൽ സ്തോത്രം ഇപ്പോൾ 3 വർഷം ആകുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. 2ാമത്തെ മോന് ഒരു അപകടം കടന്നു വരുവാൻ കാരണമായി തീർന്നു. അതെങ്ങനെ രാവിലെ ഞായറാഴ്ച ആരാധനയ്ക്ക് ആരെയും വൃത്തിയാക്കാനായിട്ട് കുഞ്ഞുങ്ങൾ 2 പേരും കടന്നുപോയി. മൂത്ത മോനാകുന്നു ചെന്ന് കതവ് തുറക്കുന്നത്. അത് ഗ്ലാസിട്ട കണ്ണാടി കതവായിരുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എന്നാൽ അന്ന് അല്പം മഴ പെയ്തു. അതിന് വെള്ളം കിടക്കുന്നത് കണ്ടില്ല ഇളയ മോൻ പറഞ്ഞു, ചാച്ചാ ഞാൻ ഇന്ന് ഡോറ് തുറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ താക്കോല് കൊണ്ടുവന്നു. സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് ഉണ്ടാകും. സ്റ്റെപ്പിലോട്ട് കയറിയപ്പോൾ 3ാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോൾ
ആ വെള്ളത്തിൽ കുഞ്ഞറിയാതെ ചവിട്ടി, കണ്ടില്ല അവൻ ചവിട്ടി. അങ്ങനെ അവൻ മുൻപോട്ട് ആഞ്ഞു ആ കൈയുടെ മുട്ട് ഇടിച്ച് ആ ഗ്ലാസ് പൊട്ടി. അതിന്റെ ഒരു ഭാഗം കഴുത്തിൽ ചെറുതായിട്ടൊന്ന് പൊറൽ പോലെ വന്നതേ ഉള്ളൂ. അന്ന് മരിക്കേണ്ടതാ, പക്ഷേ ദൈവം അതിന് അവസരം കൊടുത്തില്ല. എന്നാൽ സ്വത്രം ദുഷ്ടൻ അവന്റെ വലത് കൈ കൊണ്ടുവന്ന് ഇടിച്ച്, അപ്പോൾ അതിൽ നിന്നുള്ള ചില്ലി ആമയെ കയ്യിൽ കൊണ്ട് ഈ തോൾ മുതൽ വലിയ ആമേശം ഉള്ള മാംസം ഒത്തു അറ്റങ്ങ് പോയി. ഒരു ഞരമ്പു ആമയെ അറുത്തുപോയി. ദൈവത്തിന് സ്തോത്രം. മൂത്ത കുഞ്ഞിത് കണ്ട് നിലവിളിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവന്റെ പപ്പായി വിളിച്ചു. ആമയെ സ്തോത്രം. അവൻ വണ്ടി കൊണ്ട് വീട്ടിൽ ഹാളിൽ വരുന്നതിന് മുൻപ് തന്നെ ഇവന്റെ ബന്യൻ അടിക്കുന്നു എടുത്ത് അവനൊരു ബുദ്ധി കൊടുത്തു. അവൻ ഊരിയെടുത്ത് പെട്ടെന്ന് അവന്റെ കൈ രക്തം ഇങ്ങനെ വാർന്നു പോകുന്ന ആ കൂടുതലായിട്ട് പോകുന്ന സ്ഥാനത്ത് വരിഞ്ഞു കെട്ടി. അവൻ കെട്ടി അങ്ങനെ വെച്ചു. അങ്ങനെ മോൻ വന്നു. വണ്ടിക്കകത്ത് കുഞ്ഞിനെ അവരെ എടുത്ത് അവയെ കൊണ്ടുപോയി ആസ്പത്രി. മോൾ ജോലി ചെയ്യുന്ന സ്ഥാനത്തായിരുന്നു. അവിടെ നല്ല നല്ല വലിയ ആസ്പത്രിയാ. അവിടെ നല്ല ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ ഇവനെ അവരറിയും. സ്വതന്ത്ര ഹല്ലേലൂയ. പലപ്പോഴും അമ്മയുടെ അടുത്ത് ചെല്ലും. അങ്ങനെ കണ്ടറിയാം. അങ്ങനെ അത് കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്നു സിസ്റ്ററെ, ഞാൻ ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ ഒന്നും ചെയ്യത്തില്ല. കുഞ്ഞിന്റെ കൈ നഷ്ടപ്പെട്ടു പോകും, അത് മുറിച്ചു കളയണം എന്ന് പറഞ്ഞു. അത് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഞങ്ങളൊരു സ്ഥാനത്തേക്ക് ഞങ്ങൾ അയക്കാൻ പോവുക. സ്തോത്രം. ഡൽഹിയിൽ മെഡിക്കൽ കോളേജിൽ സ്തോത്രം അവിടെ അയക്കുവാൻ കാരണമായി അവിടെ എല്ലാം ആ ഡോക്ടർമാർ തങ്ങളിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു സ്തോത്രം ഇങ്ങനെ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നു. അത് കൊണ്ടുവരുമ്പോൾ ഉടനെ തിയേറ്ററിൽ കയറ്റണം, ഓപ്പറേഷൻ ചെയ്യാനാകും. അതിന്റെ കാര്യങ്ങളെല്ലാം അവിടെ നിങ്ങൾക്ക് ക്രമീകരിക്കണമെന്ന് ഡോക്ടർമാർ തമ്മിൽ സംസാരിച്ച അതിന്റെ കാര്യങ്ങളെല്ലാം ദൈവത്താൽ ക്രമീകരിച്ചു. കുഞ്ഞിനെ 3.5 മണിക്കൂർ ആകും അവിടെ ഡൽഹിയിൽ ചെല്ലണമെങ്കിൽ. ആസ്പത്രിയുടെ വാതിൽക്കൽ ചെന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം അവനെ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ അവർ ചെയ്തിരുന്നു. അവിടെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ടാണ് കയറ്റിയത്. 12 മണിക്കൂർ സമയമെടുത്ത് ആ കൈയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു തുന്നിക്കെട്ടേണ്ടത് തുന്നിക്കെട്ടി. അങ്ങനെ കുഞ്ഞിനെ സ്തോത്രം ഹൈസിലേക്ക് മാറ്റി. അവിടെ 2 ആഴ്ചയോളം കിടന്നു. പിന്നെ വാർഡിൽ കൊണ്ടുവന്നു. അവിടെ സ്തോത്രം 1 മാസം അവിടെ ആ ചികിത്സയിൽ അവിടെ ആയിരുന്നു. എന്നാൽ മാസം തോറും കുഞ്ഞിനെ ആസ്പത്രിയിലേക്ക് കൊണ്ടുവരണം. എന്നാൽ അത് കൊണ്ടുവരുവാൻ അവിടുന്ന് വാഹനമുണ്ട്, എങ്കിലും കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആസ്പത്രിയുടെ അടുത്ത് തന്നെ സ്തോത്രം ഒരു റൂം കുറച്ച് നാളത്തേക്ക് എടുത്ത് അവിടെ കുഞ്ഞിനെ നോക്കുവാൻ. കാരണം മാറി തിരിഞ്ഞും മോളും എൻ്റെ മോനും മാറി തിരിഞ്ഞുമാണ് അവരെ നോക്കിയത്. ദൈവത്തിന് സ്തോത്രം. മൂത്ത കുഞ്ഞു മാത്രം വീട്ടിൽ കടന്നുപോയി. അങ്ങനെ സ്കൂളിൽ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ മൂത്ത മോന് കൃപ കൊടുത്തു. എന്നാൽ എല്ലാവരും വല്ലാത്ത നിലയിൽ അവർ ഭാരത്തിലായിരിക്കുന്ന കുഞ്ഞിന് ഈ അവസ്ഥ വന്നു. സ്വർഗ്ഗം സഹിക്കാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് വളരെ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. അനേക ദൈവദാസന്മാർ വടക്കേ ഇന്ത്യയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഡൽഹിയിൽ ഒരു ദൈവദാസൻ മോനെ വളരെ സഹായിച്ച ഒരു ദൈവദാസനാകുന്നു. പാസ്റ്ററുടെ അടുത്ത് തന്നെ പാസ്റ്റർ താമസിക്കുന്നത്. പാസ്റ്റർ വളരെ സഹായങ്ങൾ ഉണ്ടായിരുന്നു. അനേകം ദൈവങ്ങളും പാസ്റ്റർമാരും ഒക്കെ വന്ന് വളരെ പ്രാർത്ഥനയിൽ സഹായിച്ചു. സാമ്പത്തികമായി വളരെ സഹായിച്ചു. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ കർത്താവ് അവിടെ കൈവിടാതെ ദൈവം അവിടെ നിലനിർത്തുവാൻ കാരണമായി. വചനം ഇങ്ങനെ പറയുന്നു. 91:14 പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവരെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവരെ ഉയർത്തും. ഹല്ലേലൂയ. കഷ്ടകാലത്ത് ഞാൻ അവൻ വിടുവിച്ച് മഹത്വപ്പെടുത്തി ദീർഘായുസ്സോടെ ഞാൻ അവന് തൃപ്തി വരുത്തുമെന്ന് പറഞ്ഞ കർത്താവ് ആ വചനമൊക്കെ കർത്താവ് പ്രൈസിനോട് ഹല്ലേലൂയ തന്നു. ഹല്ലേലൂയ ഞങ്ങളെ ബലപ്പെടുത്തി. എന്നാൽ മോൻ എന്നോടൊരു കാര്യം പറഞ്ഞില്ല. ഈ വിഷയം ഒരല്പം മുറിവ് വന്നതേ ഉള്ളൂ അമ്മ, മറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ വിഷമിക്കുമെന്ന് പറഞ്ഞു. ഇവിടുന്ന് വടക്കേന്ത്യയിൽ UP പ്രദേശത്ത് കടന്നു പോകാൻ പറ്റത്തില്ല. ചൂടെങ്കിൽ ചൂട്, തണുപ്പെങ്കിൽ തണുപ്പ്, അങ്ങനെയുള്ള കാലാവസ്ഥ. അങ്ങനെ ആ സന്ദർഭത്തിൽ എനിക്ക് പോകാനൊക്കത്തില്ല, മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് പോകാൻ. എന്നാൽ ഇവിടുന്ന് മൂത്ത മോളും പരിഭവരും കൂടെ ചേർന്ന് 2 പേരും കൂടെ പോയി ആ കുഞ്ഞിനെ കാണുവാനും 1 ആഴ്ച കാലം കുഞ്ഞിന് വേണ്ടി ശുശ്രൂഷിപ്പാനും സ്തോത്രം കർത്താവ് ഭാഗ്യം കൊടുത്തു. അവർ കടന്നു പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ഉള്ള സത്യാവസ്ഥ അറിയുന്നത്. ഇങ്ങനെയൊക്കെയായിരുന്നു സംഭവം. പറയട്ടെ, ദൈവത്തിന് സ്തോത്രം.
ആമേ 2 വർഷം എടുത്ത് കുഞ്ഞിന്റെ കൈ നൂരാൻ. കൈയുടെ വിരൽ ഇങ്ങനെ മടങ്ങിയാണ് ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ കൈയുടെ വിരല് നൂരാൻ ആമേ സ്തോത്രം 1.5 വർഷം ആമേ പിടിച്ചു. എങ്കിലും അന്ന് ഒരു അല്പം നൂന്ന്, എന്നാലും നല്ല രീതിയിലായിട്ടില്ല. എന്നാൽ സ്തോത്രം ഇപ്പോൾ ദൈവത്തിന് സ്തോത്രം. അവൻ ഹാലലിയ ആരാധനയ്ക്ക് ആമേ ലീഡ് ചെയ്യുന്ന പാട്ടുപാടി ആരാധിക്കുമ്പോൾ ആമേ ഗിറ്റാർ എടുത്ത് വായിക്കുവാൻ അവരെ ദൈവം ആ കൈ വിരൽ നല്ല രീതിയിൽ പഴയ നിലയിൽ തന്നെ അത് നൂന്നി ആമേ സ്തോത്രം സൗഖ്യം കൊടുക്കുവാൻ കർത്താവ് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവരിപ്പോൾ നല്ല രീതിയിലാകുന്നു. അവൻ ആരാധനയിലൊക്കെ ലീഡ് ചെയ്യാൻ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹാലലുയ. ഈ 2 കുഞ്ഞുങ്ങളാകുന്നു മോനെ ആമേ പാസ്റ്ററെ സഹായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും മക്കളെ കാര്യം പറയും, എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാ ആലയത്തിൽ കടന്നു എൻ്റെ അവർ ചെയ്യുന്നത്. അത്രമാത്രം കുഞ്ഞുങ്ങൾ വളരെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടിരിക്കുന്ന മക്കളാകുന്ന. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അതെല്ലാം സാഹചര്യം ഇതെല്ലാം 3 വർഷം കഴിഞ്ഞു, 3.25 വർഷമായി. അപ്പോൾ ഇതുവരെ സ്തോത്രം മോനെ സൂക്ഷിച്ചു അന്ന് സ്തോത്രം ക്ലാസ്സിൽ പഠിക്കാനൊക്കെ പോയി 1 വർഷം പഠിച്ചില്ല. കുഞ്ഞു ഭവനത്തിലിരുന്ന് ആ ക്ലാസ്സിന് ചേർന്നേയുള്ളൂ. എന്നാൽ സ്തോത്രം ടീച്ചർമാർ കുഞ്ഞിന്റെ അവസ്ഥ കണ്ട് അവനെ ജയിപ്പിക്കുവാനൊക്കെ കാരണമായി. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. ഇതവൻ സ്തോത്രം 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. ഒരു മോൻ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസുള്ള. അങ്ങനെ ആ കാലഘട്ടങ്ങൾ പലതിങ്ങനെ സ്തോത്രം മാറി. വളരെ കഷ്ടത്തിൽ കൂടി, വേദനയിൽ കൂടി, നിരാശയിൽ കൂടി പ്രൈസലോട് ഹല്ലേലൂയ. ആ സ്ഥാനത്ത് ഒന്ന് കിടക്കാൻ ഒരു കട്ടില്, തണുപ്പ് ചൂടുള്ള സമയങ്ങൾ കിടക്കാൻ ഒരു കട്ടിൽ വാങ്ങാൻ പൈസ ഇല്ലായിരുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആ സന്ദർഭത്തിൽ അവിടെ ഒരു പ്രൈസലോടുള്ള യാക്കോബ കുടുംബത്തിൽ ഒരു അമ്മച്ചിയും 4 ആൺമക്കളും ഒരു മോളും ഉണ്ടായിരുന്നു. സ്തോത്രം. അമ്മച്ചിക്ക് ഭർത്താവ് മരണപ്പെട്ടു പോയി. അമ്മച്ചിക്ക് ടീച്ചറായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ ഹാലലിയ ഈ മോന്റെ അടുത്ത് മരുമോന്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളുടെ ശ്രീമാനുഷ്ണമൊക്കെ അറിയും, മക്കളും കടന്നു വരും. അങ്ങനെ അവര് അന്നത്തെ സമയത്തിന് മോനൊരു വണ്ടി മേടിക്കുവാൻ സാഹചര്യം ഇല്ലായിരുന്നു. അതിന്റെ അവസ്ഥ നടന്നു പോയാണ് സ്തോത്രം സുവിശേഷം അറിയിക്കുന്നത്. അവിടെ നിന്നും ബൈബിളൊന്നും പുറത്തിറക്കി കൊണ്ട് നടക്കാനൊക്കത്തില്ല. പാന്റിന്റെ പോക്കറ്റിലൊക്കെ കൊച്ചു ബൈബിൾ ഇട്ടുകൊണ്ടാണ് അവൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് കുഞ്ഞ് സ്തോത്രം 2-3 വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞിനെയും കൊണ്ടാണ് പോകുന്നത്. എവിടെ ഒരു സ്തോത്രം ക്രിസ്ത്യാനികളുടെ ഭവനം എവിടെ ഉണ്ട്, എവിടെ ആകുന്നു എന്ന് തേടി പല സന്ദർഭം പോയി. അങ്ങനെ പ്രൈസലോട് ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ കുരിശടയാളമുള്ളൊരു ഭവനം കണ്ട് ആ ഭവനത്തിൽ കയറി. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്ന് ഹാലലിയ ആ ഭവനമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന് സ്തോത്രം അവിടെ ഒരു പ്രാർത്ഥന നടക്കുവാൻ കാരണമായി തീർന്നു. പല സന്ദർഭങ്ങളും അവിടെ പോയാണ് പ്രാർത്ഥിക്കുന്നത്. അനേക വ്യക്തിയെ അവിടെ ലഭിക്കാൻ കാരണമായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മോൻ എങ്ങനെ ഭാരപ്പെട്ട സമയങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു വാഹനം സഹോദരങ്ങൾ കൊടുത്തു. ആ വാഹനത്തിലാകുന്നു പിന്നെ ഇവർ സഞ്ചരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹാലലിയ. അങ്ങനെ ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ദൈവത്തിന് സ്തോത്രം. ആ മാതാവ് വളരെ വളരെ സഹായിച്ചു. ഇന്ന് അവര് സ്തോത്രം എന്നോട് പറഞ്ഞ്, ഞാൻ അവിടെ ചെന്ന് എന്റെ കുഞ്ഞുങ്ങളവിടെ പോയപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ ഈ ചൂടെങ്കിൽ ചൂട്, തണുപ്പെങ്കിൽ തണുപ്പ്, നിങ്ങളുടെ ആ സ്ഥാനത്ത് ഇവരെങ്ങനെ നിൽക്കും? ദൈവമേ, അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരമുണ്ടോ? അവർക്ക് എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. പൈസ ഉണ്ടോ? ഞാൻ ഭവനത്തിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും കുഞ്ഞിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. കർത്താവ് ഒരർത്ഥങ്ങൾ വരരുത്. ദൈവം ഒന്നിനും ഭാരപ്പെടരുത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവേ നീ തിരഞ്ഞെടുത്ത് നീ കടത്തി വിട്ടതാകുന്നു. ആ പട്ടണത്തിന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമേ എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചു. സ്തോത്രം. അവിടെ കൺവെൻഷൻ പ്രൈസ് റോഡ് ക്രൂസൈഡുകൾ ഇതെല്ലാം മോൻ അവൻ്റെ സാഹചര്യം വരുമ്പോൾ ഞാൻ അവിടെ നടത്തും. അത് ചാത്തന്നൂരും വളരെ നടത്തിയിട്ടുണ്ട്. ക്രൂസൈഡ് നടത്തിയിട്ടുണ്ട്. ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ഹോളെടുത്ത് പ്രൈസ് ഹാലലിയ വാടകയ്ക്ക് ഹോളെടുത്താണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രാർത്ഥനപരമായിട്ട് നിൽക്കുന്ന ഒരു മോനായിരുന്നു. അങ്ങനെ ആ സമയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മോനോട് ഒരു ആലോചന കൊടുത്ത്, ഒരു വെളിപ്പാട് കൊടുത്ത്, സ്തോത്രം, നീ
28 സംസ്ഥാനങ്ങൾ കടന്നുപോയി. ലോകത്തിന്റെ ഈ സ്വതന്ത്ര എല്ലാ സംസ്ഥാനങ്ങളും കടന്നുപോയി. പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനാ യാത്ര ഒരു ക്രമീകരണം വരുത്തണമെന്ന് ദൈവം ഒരു ആലോചന കൊടുത്തു. അത് വാങ്ങി ദൈവത്തിന് സ്തോത്ര ഹാലരിയ. ഞാനെങ്ങനെ അതിന് മുൻപ് ഞാനൊരു ദർശനം കണ്ടു. ഞാനതിന് മോനോട് ഞാനിങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ ഇങ്ങനൊരു കാഴ്ച കാണുന്നു. പ്രൈസ് ഹല്ലേലൂയ. ഒരു സമുദ്രം കിടക്കുന്ന പോലെ, ഒരു കടൽ കിടക്കുന്നത് പോലെ അക്കരെ ഇക്കരെ കാണാൻ വയ്യ. എന്നാൽ അത് സ്തോത്രം കിളച്ചു മറിച്ചിട്ടിരിക്കുന്നു. ആ കട്ട ഉടഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു കാഴ്ച എന്നെ കാണിച്ചിട്ട് മോൻ ഇങ്ങനെ ഒരു കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ചാരി കൈയും കെട്ടി അങ്ങോട്ട് നോക്കി സ്തോത്ര ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നു. എന്ന് ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു മോനെ. അത് ഞാൻ മോനോട് പറഞ്ഞു, പ്രാർത്ഥിക്കുക, എന്തോ ദൈവത്തിന് പ്രവർത്തിപ്പാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ കണ്ട കാഴ്ചയാണ് ഒത്തിരി അധികം നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ മോനോട് ഇങ്ങനെ കർത്താവ് ഇങ്ങനെ ഒരു ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, 28 സംസ്ഥാനങ്ങൾ നീ കടന്നുപോയി പ്രാർത്ഥിക്കണമെന്ന്. അത് സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചു. അതിനുവേണ്ടുന്ന എല്ലാ ക്രമീകരണം ചെയ്തു. ഈ 10-11 പേരിൽ അതിനെ കടന്നു പോകാൻ അതിനെ ആരോഗ്യം പ്രാർത്ഥനമാകുന്നുള്ള ദൈവദാസന്മാരെ ദൈവത്തിനോട് പറഞ്ഞ് ദൈവം തിരഞ്ഞെടുത്ത് ദൈവം കൊടുത്തു. അവർ കുറച്ചു പേര് അങ്ങനെ പോകാനായിട്ട് ദൈവം അതിന് അവസരം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. കാറിലായിരുന്നു യാത്ര ചെയ്ത് വളരെ പ്രതികൂലം നിറഞ്ഞ സ്ഥാനങ്ങളായിരുന്നു. അവിടെയൊക്കെ കടന്നുപോയി സന്ദർശിച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ്. മണിപ്പൂരിലൊക്കെ പോയിട്ടുണ്ട്. മണിപ്പൂരിലൊക്കെ ഭയങ്കര പ്രതിസന്ധികൾ നടന്നുകൊണ്ടിരുന്ന സമയങ്ങളായിരുന്നു. അവിടെ എല്ലാം പോയി. ഗോവായിൽ ആസാം മറ്റുള്ള രാജ്യങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ഒക്കെ പോയി കറങ്ങി യാത്ര പ്രാർത്ഥനാ യാത്ര ചെയ്യുവാൻ കാരണമായി. 2 ഘട്ടം കഴിഞ്ഞു. 3ാമത്തെ ഘട്ടത്തിൽ പ്രൈസ്. പിന്നെ കേരളത്തിലാ 8 സംസ്ഥാനങ്ങൾ കടന്നുപോയി. അവർ സ്തോത്രം ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം 6-ാം തീയതി അവർ കടന്നു പോകുവാൻ കാരണമായി തീർന്നു. സ്തോത്രം 22-ാം തീയതി ആ പ്രാർത്ഥന അവസാനിലൂടെ ഈ 3ാമത്തെ ഘട്ടത്തിൽ 2 ദൈവത്തിന്റെ ദാസിമാർ 2 പേരുണ്ടായിരുന്നു. അവരും കടന്നു വരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ വരുന്നു, ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം എന്ന് പറയുവാൻ അവരിങ്ങനെ അവരോട് ചേർന്ന് വാഹനത്തിൽ വരുവാൻ കാരണമായി തീർന്നു. അവര് 22-ാം തീയതി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ആ പ്രാർത്ഥന നടത്തുവാൻ കാരണമായി തീർന്നു. ദൈവം പറയട്ടെ, കന്യാകുമാരിൽ വെച്ച് അവിടെ പ്രാർത്ഥന അവസാനിച്ചില്ല. ആ പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് സ്തോത്രം ഭവനത്തിൽ അന്ന് രാത്രി ഭവനത്തിൽ വന്നു. 23-ാം തീയതി കൊല്ലം പട്ടണത്തിൽ ഏജി ചർച്ചിൽ ടൗൺ ഹാളിൽ വെച്ച് ഒരു മനോഹരമാകുന്ന അനുഗ്രഹപ്പെട്ട ഒരു സ്തോത്ര ഹല്ലേലൂയ സമാപന മീറ്റിംഗ് നടത്തുവാൻ കാരണമായി തീർന്നു. രാവിലെ സ്തോത്രം ഉച്ച കഴിഞ്ഞ് വൈകി 7:30 വരെ അവിടെ പ്രാർത്ഥന നടന്നു. 2 സെഷനിലും 2 ദൈവത്തിന്റെ ദാസന്മാർ, വിലപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ ശുശ്രൂഷിപ്പാനുണ്ടായിരുന്നു. അനേക വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ അനേക വ്യക്തികളെ പല ദിക്കുകളിൽ നിന്നും ഇടങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ വടക്കിൽ നിന്നും ഒക്കെ ഈ മണിപ്പൂരിൽ നിന്നും ഒക്കെ ആൾക്കാർ കടന്നു വന്ന പാസ്റ്റർമാർ കടന്നു വന്ന വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് കാരണമായി തന്നു. ഞങ്ങൾക്ക് അതിനവസരം. അവിടെ അങ്ങനെ വലിയൊരു ദൈവപ്രവൃത്തിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ. മഴയൊക്കെ എന്നുള്ള സമയമായിരുന്നു. എന്നാൽ മഴയൊന്നും അവയെ അധികമായി ശല്യം ചെയ്യാതെ ദൈവം അതൊക്കെ നിയന്ത്രിച്ചു, കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. കർത്താവിന് സ്വതിനൊന്നും യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം തന്റെ മകനെ കർത്താവ് കരങ്ങളെടുത്ത് വഹിച്ചു. കർത്താവിന് സ്തോത്രം. പ്രൈസുള്ള കാര്യങ്ങളൊക്കെ നടത്തി പ്രാർത്ഥന കഴിഞ്ഞു. വൈകുവേളയിൽ ഭവനത്തിൽ വന്നു. ഭവനത്തിൽ നിന്ന് അതിരാവിലെ തന്നെ ഈ സഹോദരിമാരെ ഭവനത്തിലാക്കണമല്ലോ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അവരെ കൊണ്ടുവന്ന് വിടാനൊക്കെ കർത്താവ് സഹായിച്ചു വിട്ടിട്ട് അവർ സ്തോത്രം അതുവഴി തന്നെ ബാംഗ്ലൂരിന്റെ പട്ടണത്തിൽ കടന്നുപോയി. ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന സഭയിൽ കർത്താവിന്റെ ദാസൻ പലപ്പോഴും എൻ്റെ മോനെ അവിടെ ക്ഷണിച്ചിട്ട് പോകാനൊന്നും പറ്റിയിട്ടില്ല. അന്ന് പിന്നെ അവിടെ പോയി അവിടെ കണ്ട് പാസ്റ്ററെ കണ്ട് അവിടുത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അവിടെ കടന്നുപോയി. സ്തോത്രം. നമ്മുടെ ഒരു മലയാളി പാസ്റ്റർ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. ആ പാസ്റ്റർ വളരെ ശക്തമായി
കൃത്യമായി ദൈവത്തിന് സ്തോത്രം അവരെ കാര്യമായി അവരെ അന്വേഷിക്കുവാനും അവർക്ക് ശുശ്രൂഷയ്ക്കുള്ള വേദി അന്ന് ഒരു ദിവസം മുഴുവനും ഞായറാഴ്ച ദിവസം ഒരു ദിവസം മുഴുവനും അവർക്ക് ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരം കൊടുത്ത് അവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ അനുഗ്രഹത്തോടെ കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ മക്കളെ അവരെ അവിടുന്ന് തിരിച്ചുവിടുവാൻ കാരണമായി 3 സെഷന്റെ ആരാധനയെ ഞങ്ങൾ അന്ന് അവിടെ പോകുന്ന IPC ചർച്ച ആകുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവിടെ ആരാധന കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു. അവർ സന്തോഷത്തോടെ വടക്കേലും UP-യുടെ പ്രദേശത്തേക്ക് കടന്നു പോകാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവ പ്രവൃത്തി അവിടെ വെളിപ്പെടും. കർത്താവിന് ചിലത് ചെയ്യുവാനുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവചനം 29:11 വാക്കിൽ പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന സുഖമായി വരുവാൻ തക്കവിധം ഇന്നവെന്ന് ഞാൻ അറിയുന്നു, അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായുള്ള നന്മയ്ക്കായുള്ളത് അത്രേ എന്നും വാത്സരം വിളിച്ചറിയിക്കുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. ഭാരങ്ങൾ, പരിതാപങ്ങൾ, പ്രതിസന്ധികൾ, അപകടമാകുന്ന മേഖലകളിൽ ഫലപ്രദമാകുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. എങ്കിലും സ്തോത്രം ഒരു സമാപ്തിയിലേക്ക് ദൈവം അവരെ ശുശ്രൂഷ ചെയ്യുവാനും ആ ദേശത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനും കർത്താവ് സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രൈസറോടുന്ന് 125 സ്റ്റുഡൻസുകളെ ബൈബിൾ ക്ലാസ് പഠിപ്പിച്ച് അവരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറക്കുവാൻ കാരണമായി ഇപ്പോൾ ബൈബിൾ ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുന്നു. ഹിന്ദിക്കാർ നല്ല തീഷ്ണതയുള്ള കുഞ്ഞുങ്ങളാകുന്നു. വചനം പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ഒക്കെ നല്ല ചുറുചുറുക്കുള്ള ഈ യൗവനക്കാരെ കർത്താവ് ഈ സഭയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടെ കൊടുത്തു. എല്ലാം നല്ല ചുറുചുറുക്കുള്ള കുഞ്ഞുങ്ങൾ. ഈ ദേശത്ത് അവരൊക്കെ വരണമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയില്ലാതെ വരാൻ പറ്റുമോ? ഇതിക്കാരൊക്കെ ഇവിടെ നല്ല തീഷ്ണതയോടെ കടന്നു വന്ന് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കത്തോടെ വന്ന് സ്തോത്രം പ്രാർത്ഥിപ്പാൻ കാരണമായി തീർന്നു. എന്നാൽ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞു തീർത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സ്തോത്രം വസ്തു നേരത്തെ അല്പഭൂമി ആലയത്തിന് വേണ്ടി മേടിച്ചിട്ടിരുന്നു. എന്നാൽ ആ ഭൂമി ആരെയും പണിവാൻ കഴിഞ്ഞില്ല. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന വിഷയം 20 വർഷം കൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയമാകുന്നു. ദൈവത്തിനോട് സാമ്പത്തികം വേണം. സാമ്പത്തികമില്ല, തൊട്ടാൽ അത് പൂർത്തീകരിക്കണം. അപ്പോഴത് അതിനുള്ള സാമ്പത്തികം ഇല്ല. പലരും അതിൽ സഹായിച്ചു. ദൈവത്തിനോട് സ്തോത്രം. പലരോട് പ്രാർത്ഥനയെ അപേക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സ്വർഗ്ഗത്തിൽ ദൈവം കഴിഞ്ഞ ആഴ്ചയിൽ ദൈവത്തിനോട് സ്തോത്രം അതിന്റെ ഫൗണ്ടേഷൻ ഇടുവാനും പിളർവാക്കുവാനും എല്ലാം കർത്താവ് സഹായിച്ചു. ബൈബിൾ കോളേജിനും ഭവനത്തിനും ആലയത്തിനും ഉള്ള 3 സെഷനായിട്ട് ഹോസ്പിസ് റൂം ഇങ്ങനെ പല കർത്താവിന്റെ ദാസന് എന്തൊക്കെ ആഗ്രഹിച്ചോ അത് കർത്താവ് അവിടെ അതിന്റെ പണികൾ ആരംഭിക്കുവാൻ കർത്താവ് തുടർന്നു കാരണമായി തീർന്നു. ദൈവത്തിനു സ്തോത്രം. ചില മാസങ്ങൾ കഴിഞ്ഞു. ദൈവത്തിനു സ്തോത്രം. 6 മാസത്തിനകം ആ പണി തീർത്ത് രാമെന്ന് അതിന്റെ സ്തോത്രം അധികാരപ്പെട്ട വ്യക്തികൾ പറയുവാൻ കാരണമായി സ്തോത്രം. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക ആവശ്യമാകുന്നു. സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. പറയുന്ന കാരണം കർത്താവിന്റെ ദാസി കുടുംബം ശക്തമായി ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരും അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ കഷ്ടതയിൽ നിൽക്കുന്ന ജനമാകുന്നു. ദൈവത്തിന് കഷ്ടതയിൽ കിടക്കുന്ന ജനത്തെ ഉദ്ധരിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവനോട് നമ്മൾ ചോദിക്കുന്നൊക്കെ അവൻ ചോദിക്കാത്ത ദൈവം തരുന്ന ഒരു ദൈവമാകുന്നു നമ്മുടെ ദൈവം. അത് ഞങ്ങൾ അനുഭവസ്ഥരാകുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ നാമത്തിൽ അങ്ങനെ സ്തോത്രം അവിടെ പണി ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപ് സ്തോത്രം മോർണിംഗിനെ ആ സ്ഥാനത്തേക്ക് പണികൾ നോക്കുവാനായിട്ട് കടന്നു പോയപ്പോൾ അവർക്ക് ചായയൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് പോയപ്പോഴായിരുന്നു ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞ് അല്പദൂരം വീട്ടിൽ നിന്ന് അങ്ങോട്ടൊന്ന് പോയപ്പോഴത്തേന് കുഞ്ഞ് ബൈക്കിലാ പോയത്. വണ്ടി എടുത്തില്ല. ബൈക്കിൽ പോയപ്പോൾ ദൈവത്തിന് സ്തോത്രം ഒരു പട്ടി കുറുക്കെടുത്ത് ചാടി. ആ പട്ടിയെ ചെന്ന് സ്പീഡിൽ പോവുക. പട്ടിയെ ചെന്ന് ആ പട്ടിയുടെ ശരീരത്ത് ഈ വണ്ടി എന്ന് കയറുവാൻ കാരണമായി തട്ടി. അപ്പോഴത്തേന് ഈ കുഞ്ഞ് സ്തോത്രം ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് തലയ്ക്കോ മുഖത്തിനോ ഒന്നും ഒരു മുറിവ് വന്നില്ല. അവൻ തെറിച്ച് നടുക്ക് വീഴാതെ വേണം സൈഡിന് കർത്താവ് അവിടെ തള്ളി അവിടെ
വിട്ടു. ആമേ സ്തോത്രം. കൈയുടെ കാലിന്റെ മുട്ടയ്ക്ക് അല്പമായുള്ള ഒരു ഒരു പ്രയാസം കടന്നു വന്ന് ഇടിയൊക്കെ പൊട്ടി, അത്രയേ ഉള്ളൂ. വലിയ മുറിവുകളൊന്നും വന്നില്ല. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അങ്ങനെ അതിൽ നിന്ന്, ആ അപകടത്തിൽ നിന്നും മോനെ കർത്താവ് സൂക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ആമേ പ്രൈസലോട് ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്തും അകലെയും തൊട്ടടുത്തുമൊക്കെ ആമേ RSSകാർ കടന്നു വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ പാസ്റ്റർമാരെ അടിക്കുകയും കൊല്ലുകയും ആമേ സ്തോത്രം ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ കൊണ്ടിടുകയും സ്തോത്രം എങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അരുമനാഥൻ ദൈവം ഇത്രത്തോളം കർത്താവ് ആ പട്ടണത്തിൽ UP-യുടെ പ്രദേശത്ത് കർത്താവ് അവരെ ദൈവം നിർത്തുന്നു. അവരോടൊപ്പമുള്ള ദൈവദാസന്മാരെ നിർത്തുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അവിടെ ആ പട്ടണത്തിന് വേണ്ടി നമ്മൾ വളരെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാകുന്നു. നമ്മുടെ കേരളത്തിൽ ഒന്നുമില്ല, സ്തോത്രം ഹല്ലേലൂയ, കേരളത്തിൽ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വടക്കേ ഇന്ത്യക്ക് വേണ്ടി സ്തോത്ര പട്ടണത്തിന് വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാകുന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ചാൽ ഏത് കാര്യം സാധിക്കാത്തത് നമ്മൾ ചോദിക്കുന്ന നിനക്കിൽ അത്യന്തരമായി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കാരണമായി തീരും. ആ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. സ്തോത്രം. അങ്ങനെ അവിടെ എങ്ങനെ കുഞ്ഞുങ്ങൾ അങ്ങനെ ആ സ്ഥാനത്ത് പാർത്തുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അങ്ങനെ കർത്താവ് സ്തോത്രം ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ കർത്താവിന് സ്തോത്രം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം പലപ്പോഴും അപകടങ്ങൾ കടന്നു വരേണ്ടത് ആവശ്യമുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കേണ്ടി ഇന്ന സ്ഥാനത്ത് നീ പോകണമെന്ന് പറഞ്ഞങ്ങനെ എന്നെ വിളിച്ചു. ഞാൻ പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം ഞാൻ ഇത്തിക്കര 6-ന്റെ ഭാഗത്ത് അവിടെ ചെന്നു. ബസ്സിൽ ഇറങ്ങുവാൻ കാരണമായി അവിടുന്ന് പിന്നെ ആദിച്ചെല്ലൂരേക്ക് പോകണം. അന്ന് വിളിച്ച ഭവനത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി ഞാൻ പുറപ്പുറം നോക്കിയപ്പോൾ വാഹനം ഇരുവശത്തൊന്നും വരുന്നില്ല. ഞാൻ കണ്ടു. അപ്പോഴത്തേന് ഞാൻ മുൻപോട്ടങ്ങ് പോയി. റോഡിന്റെ നടുക്ക് ചെല്ലുന്ന മുൻപ് ഇരു സൈഡിനും വാഹനം വന്ന് അടുത്തു. ഞാൻ എന്ത് ചെയ്യണം കർത്താവ് എന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ അവിടെ തന്നെ നിന്നു. ആ വാഹനങ്ങൾ 2 സൈഡിലും വന്നു നിന്നു. അതിൽ മുൻപിൽ വന്ന വാഹനത്തിന്റെ ഡ്രൈവർ എന്നോട് തലയിങ്ങനെ കുലുക്കി പറഞ്ഞു, നടന്നു പോകുമെന്ന് പറഞ്ഞു. ഞാനത് കണ്ട് അത് കേട്ടുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് അപ്പുറത്ത് ഇറങ്ങി ഞാൻ എൻ്റെ കർത്താവ് പറഞ്ഞ സ്വന്തം ആലോചന പ്രകാരം ഞാൻ പോയി പ്രാർത്ഥിപ്പാൻ കടന്നു. അങ്ങനെ അവിടെ വെച്ച് എൻ്റെ ജീവിതത്തിൽ അന്ന് എനിക്ക് അപകടം വന്നു. അന്ന് ഞാൻ മരിച്ചതിനുമായിരുന്നു. ശത്രുവാൻ അങ്ങനെ ഓടി കൂടെ നടക്കുമായിരുന്നു, അപകടത്തിൽ ചാടിക്കുക. അങ്ങനെ കടന്നുപോയി പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടില്ല ഒരു ഭവനത്തിൽ എന്നെ വിളിച്ചു. ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കാൻ പോയി. അവിടെ ഭയങ്കര ബന്ധനശക്തികളാകുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കാണുന്നത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മുൻപ് കർത്താവിന്റെ അവിടെ ഒരു ദൈവത്തിന്റെ ദാസിയാകുന്നു താമസിച്ചിരുന്നത്. തോമസ് ചർച്ചിൽ പോയിരുന്ന ഒരു സൗരി ഇപ്പോൾ ഇല്ല. ഒരു 2 മാസത്തോളമായി മരണപ്പെട്ടു പോയി. ദൈവത്തിന് എൻ്റെ ഏറ്റവും സുഹൃത്താകുന്നു. എൻ്റെ ഏറ്റവും എനിക്ക് സ്നേഹമുള്ളൊരു സിസ്റ്ററാകുന്നു ലില്ലിക്കുട്ടി സഹോദരി. ലില്ലിക്കുട്ടി എന്നാ പേര്. ദൈവത്തിനും സ്തോത്രം. ഹല്ലേലൂയ. സാത്തൊരു കാര്യമാകുന്നു. ദൈവത്തിനും സ്തോത്രം. ആ സിസ്റ്ററും ഞാനുമായിട്ടാകുന്നു പലപ്പോഴും പലയിടത്തും ഒരുമിച്ച് സ്തോത്രം പ്രാർത്ഥിക്കാനൊക്കെ പോകുന്നത്. ദൈവത്തിനും സ്തോത്രം. ആ ഭവനത്തിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. കൊല്ലത്ത് പോകേണ്ടതാ. കൊല്ലത്ത് ഒരു സുമേ എന്ന് പറയുന്ന അവരുടെ ഭവനത്തിൽ എന്നെ ക്ഷണിച്ചു. ഞാൻ അങ്ങനെ പോകാനായിട്ട് ഒരുങ്ങിയപ്പോൾ വന്ന് കാറ് കൊണ്ടുവന്നു. മൂത്ത മോനും ഈ സിസ്റ്ററും കൂടെ കടന്നു. സിസ്റ്ററെ ഇന്ന് പോകണ്ട, ഇന്ന് നമ്മുടെ വിഷയം എടുത്ത് പ്രാർത്ഥിക്കാം വരണമെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് അവരെ ഉപേക്ഷിക്കാൻ ഒക്കത്തില്ല. എന്നോടൊപ്പം പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ദൈവത്തിന് സ്തോത്രം അവരിൽ കൂടി ഞാൻ അനവധി സ്തോത്രം ഹല്ലേലൂയ കാര്യങ്ങൾ പഠിക്കുവാനൊക്കെ ദൈവത്തിന് സ്തോത്രം എന്നെ കർത്താവ് സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറഞ്ഞു, മോനെ ഞാൻ വരാം. ഞാൻ സിസ്റ്ററിനെ വിളിച്ച് പറയാം നാളെ ചെല്ലാമെന്ന്. ഞാൻ അങ്ങനെ അവിടെ ഒരു ഭവനത്തിൽ കടന്നുപോയി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ലെറ്റർ എടുത്ത് എന്നോടൊന്നും പറഞ്ഞില്ല. ഇത്രയും കാലം ഞാൻ ഒരുപാട് വർഷം, ഏതാണ്ട് ഒരു 10-20 വർഷത്തെ പരിചയമുണ്ട് എൻ്റെ ആ ഭവനവും ഞങ്ങളുമായിട്ടുള്ള ബന്ധം. സ്തോത്രം. ഞാനങ്ങനെ ചെന്നപ്പോൾ സിസ്റ്ററെ എനിക്കൊരു വിഷയമുണ്ട് സ്തോത്രം, ഇത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഞാൻ കൊണ്ടുവരാം. അങ്ങനെ അലമാരി തുറന്നു ഒരു ലെറ്റർ കൊണ്ടുവന്ന് തന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചത്, എന്താ കർത്താവേ? അപ്പോഴെന്നോട് പറഞ്ഞ്, നീ അത് വാങ്ങിച്ച് തറയിൽ വെക്കണം, പാൽ വെക്കണം. അത് പായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുമോ, തറയിൽ വെക്കുക എന്ന് പറഞ്ഞ് ഞാനങ്ങനെ അത് കയ്യിൽ മേടിച്ചു. സിസ്റ്ററെ, എൻ്റെ കൈയുടെ ഈ ഞരമ്പിന്റെ ഭാഗത്ത് ഒരു
ഒരു വേദന വന്നങ്ങ് കയറി, കൈ അങ്ങ് ഒടിഞ്ഞു പോകുന്നത് പോലെ അത്ര ശക്തിയായിരുന്നു മാന്ത്രിക ശക്തി. മാന്ത്രിക ശക്തിയിൽ കുടുവാത്രം ചെയ്ത് വെച്ചിരുന്നു. അത് കയ്യിൽ വന്നപ്പോൾ മുതൽ ആ സിസ്റ്ററിന് കണ്ണ് കാണത്തില്ല, അല്പമേ കാണാനൊക്കൂ. ഷുഗറൊക്കെ ഉള്ള ആളാ. എന്നിട്ടും അത് വലിയൊരു പ്രശ്നത്തിന് കാരണമായി തീർന്നു. ഒരു ഡോക്ടറെ കുടുംബ ജീവിതം നശിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രതികൂലത്തിൽ ആയിരുന്ന ഒരു കാലയളവായിരുന്നു. അങ്ങനെ ഞാനത് പ്രാർത്ഥിച്ചു. ഞാനങ്ങനെ എന്നോട് പറഞ്ഞു, അത് കയ്യിൽ നീ എടുത്ത് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് കയ്യിൽ എടുത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കാണുന്നത് ഒരു ക്ലാവർ കട്ട പോലെ, നമ്മൾ കാരൻ ബോർഡിൽ ഇങ്ങനെ കളിക്കുമ്പോൾ അതുപോലെ റൗണ്ടിലൊരു സാധനം സീക്രം ഇങ്ങനെ സൗണ്ടാണെങ്കിൽ പ്ലെയിൻ പോകുന്ന പോലെ വലിയ ശീഘ്രമായിട്ട് വലിയ സ്തോത്രം മുഴക്കത്തോടുകൂടി ഇതിങ്ങനെ കറങ്ങി പോകുവാൻ ഒരു സ്ഥാനത്ത് നിന്ന് അത് പതിക്കുവാൻ കാരണമായി തീർന്നു. ഞാൻ പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, ആ ഭവനത്തെ, ആ സ്ഥാനത്തെ ഞാൻ ഉന്മൂലനാശമാക്കാൻ നശിപ്പിക്കും എന്ന് കർത്താവിനെ അറിയിക്കുവാൻ കാരണമായി തീർന്നു. അങ്ങനെ ഞാനത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഭവനത്തിലോട്ട് ഞാൻ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ആ സെക്കൻഡിൽ കർത്താവിന്റെ ദാസിക്ക് കണ്ണിന്റെ കാഴ്ച ദൈവം കൊടുത്തു. ആ സെക്കൻഡിൽ തന്നെ ആ ഡോക്ടറെ കുടുംബജീവിതം രണ്ടാമത് പുനർജന്മം ആക്കുവാൻ, അവർ സ്വരമിച്ച് കഴിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. അവർക്ക് ഒരു മോനെ ദൈവം കൊടുത്തു. ദൈവത്തിനും സ്തോത്രം. അങ്ങനെ ആ വിഷയത്തിന്റെ നീക്കുപോക്ക് കർത്താവ് ചെയ്തു. ദൈവത്തിനും സ്തോത്രം. അങ്ങനെ പോയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ കർത്താവ് മറ്റൊരു സ്ഥാനത്തേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. അവരെന്നെ ക്ഷണിച്ചു, പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥന കഴിഞ്ഞ് ഞാനിങ്ങനെ വരുമ്പോൾ സ്തോത്രം, റോഡിൽ കൂടെ നടന്നു പോകുക. അടുത്ത വീട് ഞാൻ റോഡിൽ ഞാൻ നടന്നു പോകുമ്പോൾ ഒരു കൽപ്പവൃക്ഷത്തിൽ നിന്ന് ഒരു നല്ല മുറ്റുള്ള ഒരു കരിക്കെന്ന് പറയാം. തേങ്ങയല്ല, കരിക്കു. അതിങ്ങനെ ഞാൻ ഒരു ചവിട് മുമ്പോട്ട് വെച്ച് അപ്പോഴേ എൻ്റെ പുറവശത്തോടെ അതിങ്ങനെ വന്ന് വീഴാൻ കാരണമായി. ആ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ നോക്കിയപ്പം അത് പൊട്ടി വെള്ളം ഇങ്ങനെ റോഡിലേക്ക് ഒഴുകുന്നു. അന്ന് എൻ്റെ സ്തോത്രം ജാലരിയ എൻ്റെ ജീവൻ എടുക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഭയങ്കരമായ അപകടത്തിൽ തന്നെ അതിൽ രക്ഷിച്ചു. ദൈവത്തിന് അങ്ങനെ പറയാമെങ്കിൽ അനവധി വിഷയങ്ങളുണ്ട്. പ്രൈസറോട് ഹല്ലേലൂയ. തെങ്ങിൽ നിന്ന് ഓലകൾ, പച്ച ഓല, പഴുത്ത ഓല, ഇതൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്താ ഇങ്ങനെ വരുമ്പോൾ കിലുകിലാന്നൊരു സൗണ്ട് കേൾക്കും. ഞാനിങ്ങനെ മേളിലോട്ട് നോക്കും, ആരുമില്ല അവിടെ. ചില പിള്ളേരൊക്കെ ചിലപ്പോൾ അവിടെയൊക്കെ കിടത്തുന്നതിലൊക്കെ കാണും. എന്നാൽ ഞാൻ അങ്ങനെ വരുന്ന സമയത്തിന് എൻ്റെ കൈ അറിയാതെ മേലോട്ട് ഉയർത്തി എൻ്റെ കയ്യിൽ ഓല വന്ന് നിൽക്കുവാൻ, ഞാനതെ പിടിച്ച് താഴെ ഇടുവാൻ കാരണമായി. അങ്ങനെ ഇട്ടിട്ട് ഞാൻ മുമ്പോട്ട് കടന്നുപോയി എന്നെ ഐക്യപ്പെട്ട സ്ഥാനത്ത് കടന്നുപോയി പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വരും. സ്തോത്രം. അങ്ങനെ വളരെ അത്ഭുതമായി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന അനവധി ശുശ്രൂഷ, ഭൂതത്തിനേൽ അധികാര ശുശ്രൂഷ, പ്രൈസറോട് ഹല്ലേലൂയ. ഭ്രാന്തർക്ക് പോലും ഞാൻ കടന്നുപോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവാന്റെ കൃപ സ്തോത്രം സൂക്ഷികൾ കർത്താവ് തന്നു. ദൈവത്തിനും സ്തോത്രം. മുസ്ലിം കെട്ട്, ഹിന്ദു കെട്ട്, ഇതൊക്കെ അഴിക്കുവാനുള്ള കൃപ ദൈവം തന്നു. ദൈവത്തിനും സ്തോത്രം. ഹല്ലേലൂയ. പല ശുശ്രൂഷകൾ കർത്താവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അനേക സ്ഥാനങ്ങളിൽ, ഇടങ്ങളിൽ, കുടുംബങ്ങളിൽ, കുടിൽ തൊട്ട് കൊട്ടാരം വരെ കർത്താവിനെ ആയുസ്, കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ കാരണമായി. എന്നാൽ ഇതൊക്കെ ചെയ്യുമെങ്കിലും നമുക്കെതിരായി പ്രതികൂലം കടന്നു വരിക. നമ്മുടെ ശുശ്രൂഷ പുറത്തറിയരുതാരും, അവരെ ചവിട്ടി അമർത്തി അത് ഇല്ലാതാക്കുവാൻ പ്രൈസറോട് ഹല്ലേലൂയ സത്തുനേക്കാൾ മനുഷ്യകരമായിരുന്നു. ദൈവത്തിനും സ്തോത്രം. എനിക്ക് പ്രതികൂലമായി നിന്നത് അവിടെയൊക്കെ എൻ്റെ അരുമനാഥൻ, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു. വചനം പറയും 41 യെശയ്യാവ് 41:10 പറയുന്നു, നീ ഭയപ്പെടണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവത്തിന് സ്തോത്രം. ആ വചനമൊക്കെ പലപ്പോഴും പ്രതികൂലം നിറയുമ്പോൾ ആ വചനം എൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന്, നീ എന്തിനാ ഭയപ്പെടുന്നേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ദൈവം അരുമനാഥൻ എനിക്ക് വേണ്ടി കർത്താവ് പ്രൈസറോട് ഹല്ലേലൂയ വചനത്തു കൂടി ഒക്കെ എന്നോട് ഇടപെട്ട് എന്നെ ധൈര്യപ്പെടുത്തുവാൻ കാരണമായി. ദൈവത്തിന് സ്തോത്രം. ഒരു കാലയളവിൽ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഭർത്താവില്ലെന്ന് മരണപ്പെട്ടു പോയി. ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾ
വിഷയങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ പലവിധമാകുന്ന വിഷയങ്ങളിൽ ഭാരപ്പെടുന്നു. ഞാനിങ്ങനെ ശുശ്രൂഷയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ഭവനത്തിൽ ഒരു ദൈവദാസനെയും ഞാൻ ക്ഷണിച്ചു. അവർ കടന്നു വന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്തിനാ? എന്റെ ശുശ്രൂഷ നശിക്കണം, ഇല്ലാതാകണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങൾ നന്നാകരുത്. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെയായിരുന്നു അവരുടെ പ്ലാൻ. ദൈവത്തിന് സ്തോത്രം. അവരെ ഞങ്ങൾ വളരെ കാര്യമായിട്ട് ഞങ്ങൾ നോക്കി. അവർ ഹല്ലേലൂയ അതിൻ്റെ 3-ാമത്തെ ദിവസം ഹല്ലേലൂയ അവർ സ്തോത്രം പുറത്തുനിന്ന് ഞാനറിയാതെ ഒരു കല്ലെടുത്തുകൊണ്ട് വന്ന് അവർ ഭവനത്തിലിരുന്ന് അത് എന്തോ ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ആ കല്ല് എൻ്റെ 5-ാമത്തെ മോന്റെ കയ്യിൽ പകൽ അന്ന് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇത് അപ്പുറത്ത് കൊണ്ടുവന്ന് എവിടെയെങ്കിലും നിങ്ങളുടെ ബസ്സിൽ കൊണ്ടുവന്ന് കുഴിച്ചിടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സുശ്രേ ആ കല്ല് ഇതാന്ന് പറഞ്ഞു. ബസ്സേ ആ കല്ല് എൻ്റെ മോന്റെ കയ്യിൽ കൊടുക്കരുത്, ഞാൻ മേടിച്ച് ഞാൻ കുഴിച്ചിട്ടോളാന്ന് പറഞ്ഞു. ഞാൻ ആ കല്ല് ഞാനിക്ക് മേടിച്ചു. എൻ്റെ മോനെ അത് മേടിക്കാൻ പറ്റിയില്ല. ഞാനത് മേടിച്ചു വെച്ചു. അടുത്ത ദിവസം ഞങ്ങളുടെ പാസ്റ്റർമാർ കടന്നു വന്നപ്പോൾ സ്തോത്രം ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. അവരിങ്ങനെ ഇത് ചെയ്തതാ. ഈ കല്ല് പ്രാർത്ഥിച്ച് മോന്റെ കൈ കൊടുത്തുകൊണ്ട് ബസ്സിൽ കൊണ്ടത് കുഴിച്ചിടാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ ദാസൻ അന്ന് വന്ന ദാസൻ എന്നോട്, മാമ ഇതൊന്നുമില്ല മാമേ, അമ്മാമ്മയുടെ കാര്യം നോക്കി, ഇതൊന്നും നമുക്ക് ഭരിക്കത്തില്ല എന്ന് പറഞ്ഞ് എടുത്ത് ഒരൊറ്റ ഏറി പ്രാർത്ഥിച്ചത് എറിഞ്ഞു. ആ കല്ലങ്ങെടുത്ത് വളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള സമയങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നല്ലതിനായി ഞാൻ വിളിച്ചു. എനിക്ക് സ്തോത്രം അവര് ദോഷത്തിനായി പ്രവർത്തിക്കുവാൻ സ്തോത്രം അവസരങ്ങൾ തൊരുക്കൂട്ടി കൊണ്ടുവന്നത് എൻ്റെ അരുമനാഥൻ എന്നെ അതിലൊന്നും ഏൽപ്പിച്ചില്ല. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഒരു ചുരുള് സ്തോത്രം ഒരു ചുരുൾ എൻ്റെ കയ്യിൽ എൻ്റെ വായിൽ കൊണ്ടു വെച്ചിട്ട് പറഞ്ഞു, നീ ഇത് ചവച്ചറക്കാൻ പറഞ്ഞു. പ്രൈസറോ ഞാനത് ചവച്ചിറക്കി. ദൈവത്തിന് സ്തോത്രം. ചവച്ചിറക്കിയപ്പോൾ എൻ്റെ വയറ്റിൽ ഒരു കഷ്ണം വയർ നിറച്ചു പേപ്പർ കഷ്ണം കിടക്കുന്ന പോലെ എനിക്ക് തോന്നി. ദൈവത്തിന് സ്തോത്രം. തന്ന ആ ചുരുൾ കർത്താവിന്റെ വചനമായിരുന്നു. കർത്താവിന്റെ കൃപയായിരുന്നു. അത് ആകുന്നു എന്നെ ഇന്നുവരെയും നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. എനിക്കത് മനസ്സിലാക്കുന്നുണ്ട്. ദൈവം എന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ ഒരു ശത്രുവിനെ തൊടുവാൻ കഴിയുകയില്ല. സ്തോത്രം. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ആർ കുറ്റം ചുമത്തും? ആർക്കും കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോട് നിന്നാൽ നിന്റെ പേർ വലുതാക്കുന്ന കർത്താവാകുന്നു. പ്രൈസറോട്. നീ എന്നും കൂട്ടിനകത്ത് ഇരിക്കത്തില്ല, നീ എന്നും ഇരുളിൽ ഇരിക്കത്തില്ല. നിന്നെ പുറത്തിറക്കുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ദൈവത്തിന്റെ കരമുണ്ട്. എന്നാൽ ഇത് പകർക്കാതെ ഞാൻ പറയട്ടെ, കർത്താവ് എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾ ഓരോന്ന് എത്ര സ്തുതിച്ചാലും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിവരികയില്ല. എനിക്ക് ഏതെല്ലാം പ്രതികൂലം പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും എൻ്റെ യഹോവ എൻ്റെ കൂടെയുണ്ട്. യഹോവ എന്നോട് കൂടെയുണ്ട്. അവൻ എന്നെ വിളിച്ചത് വെറും ഒരു വിളിയിലല്ല, തിരഞ്ഞെടുപ്പിലല്ല. ദൈവത്തിന് സ്തോത്രം. അത് രുചിച്ചറിഞ്ഞ എനിക്ക് എൻ്റെ ദൈവത്തിന് മാത്രമേ അറിയാവൂ. ഞാൻ അത്രമാത്രം ദൈവത്തിന് സ്തോത്രം എൻ്റെ ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. രാത്രിയുടെ യാമങ്ങളിൽ പ്രൈസറോട് ഹല്ലേലൂയ. എൻ്റെ തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നൊരു അവസരം എൻ്റെ ജീവിതത്തിലുണ്ട്. വളരെ പ്രാർത്ഥനയോട് ഹല്ലേലൂയ ആയിരിക്കും. ഒരു വ്യക്തി സ്തോത്രം എന്നെ വിളിച്ചു, എന്റെ വിഷയമുണ്ട്, ഞാൻ ഇങ്ങനെ ഭാരപ്പെടുന്നു, എന്റെ വിഷയമാകുന്നു. പല വിഷയങ്ങളിൽ പറയുമ്പോൾ സ്വന്തം ഞാൻ രാത്രിയിൽ ഉറക്കത്തിലായിരിക്കാം, ക്ഷീണപ്പെട്ട് കിടക്കുന്നു. പകലൊക്കെയും പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്ന് ഞാൻ അങ്ങനെ കിടക്കുമ്പോഴായിരിക്കും രാത്രി ഒരാൾ വിളിക്കുന്നത്. ദൈവത്തിന് ചിലപ്പോൾ ആഹാരം ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ വളരെ കണ്ണീരോട് ഒരാൾ വിളിച്ചു, സ്തോത്രം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥനയുടെ വിഷയമാകുന്നു, തലമുറ വിഷയം, ഭവനത്തിന്റെ വിഷയം, ഒരു സ്വന്തമായ വിഷയങ്ങൾ, കടബാധ്യകൾ സ്തോത്രങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ആഹാരം അവിടോട്ട് മാറ്റി വെച്ചിട്ടേ ഞാൻ പോയി കർത്താവിന്റെ നാമത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാകുന്നു സ്തോത്രം ഹല്ലേലൂയ ഈ പ്രായത്തിലും ദൈവം എന്നെ നിലനിർത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ഹല്ലേലൂയ നാമം മഹത്വപ്പെടട്ടെ എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ സ്തോത്രം കർത്താവിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അത് മുഖാന്തരമാക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ
ആമേൻ അനുഗ്രഹം പ്രാപിച്ചു, കൊച്ചുമക്കൾ അനുഗ്രഹം പ്രാപിച്ചു. ആമേ പ്രൈസ് അവർ ദൈവത്തിന് വേണ്ടി ആമേ പ്രൈസ് സഭാ ശുശ്രൂഷകളായിരിക്കുന്നില്ല എങ്കിലും ദൈവം കൊടുത്ത കൃപയ്ക്കൊത്തവണം താരത്തിനൊത്തവണം കർത്താവിന് വേണ്ടി ഇത് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാകുന്നു. അത് കാണുവാനുള്ള ഭാഗ്യവന്റെ ദൈവം തന്നതേ അത് ചെറിയ കാര്യമല്ല. നിന്നെ ഞാൻ അനുഗ്രഹിച്ച് നിന്നെ ഞാൻ വിശാലപ്പെടുത്തും, നിന്റെ ജീവിതത്തിൽ ഞാൻ വലിയ ചെയ്യും, നിന്റെ പേർ ഞാൻ വലുതാക്കും. ആമേ പ്രൈസലോട് എന്ന് പറഞ്ഞവൻ ദൈവം ആമേ അത് ചെയ്യാതെ വിടുമോ എന്നെ? ഭൂമിയിൽ മാറ്റപ്പെടുത്തുമോ എന്നെ? ഇല്ല. ആമേ പ്രൈസലോട് ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി ആമേ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാകുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ആമേ പ്രൈസൽ വളരെ സന്തോഷമാകുന്ന നിലയിലാകുന്നു ദൈവം ഞങ്ങളെ ആമേ ആമേ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ആമേ ഹല്ലേലൂയ. സബീന മോക്ക് വേണ്ടി ഞാൻ കൊല്ലത്ത് പോയി വത്സുമത്സന്റെ ഭവനത്തിൽ അവരെന്നെ പ്രാർത്ഥിക്കാനായി വിളിച്ചു. മിനിമോടെ ഭവനത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. ആമേ സ്തോത്രം. അവിടെ കടന്നുപോയി പ്രാർത്ഥിച്ചപ്പോൾ ഈ സബീനെ ഞാൻ നല്ലപ്പോഴാണ് കാണുന്നത്. ആ മോള് കരഞ്ഞ് എൻ്റെ അടുത്ത് വന്ന്, ആൻറ്റി എനിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, മോള് ഭാരപ്പെടണ്ട, മോളുടെ വിവാഹം നടക്കും, എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകും, ദൈവപ്രവൃത്തി ഉണ്ട്. മോള് ദൈവത്തിന് വിശ്വാസത്തോടെ ആയിരിക്കുക. മോക്ക് ആമേ ദൈവം ആമേ നീ ഭാരപ്പെടുന്ന വിഷയത്തിന് മറുപടി തരും. അങ്ങനെ അവൾക്ക് വേണ്ടി ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അവയെ പ്രാർത്ഥിച്ചു വന്നിട്ട് ഭവനത്തിലിരിക്കും. സബീനയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. റൂസിലിൽ കൊച്ചാകുന്നു. ദൈവത്തിന് സ്തോത്രം. നാളെ അവൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു ക്രിസ്തീയ കുടുംബത്തിലുള്ള പൈതനെ അവക്ക് വിവാഹം ചെയ്യുവാൻ കാരണമായി ആമേ നല്ലൊരു തലമുറയെ കർത്താവ് കൊടുത്ത് ഇന്ന് ഹാലരി അവൾ ആമേ പ്രൈസ് കൊല്ലം പ്രദേശത്ത് കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാകുന്നു. ദൈവത്തിനും സ്തോത്രം. ഹാലരിയ. അപ്രകാരം തന്നെ മിനിമോടെ വിഷയങ്ങള് മിനിമോടെ ഭവനത്തിലും ആ അമ്മയുടെ ഭവനത്തിലൊക്കെ ആമേ സ്തോത്രം, ആന്റിയുടെ ഭവനത്തിലൊക്കെ കടന്നു വന്ന് പലപ്പോഴും പ്രാർത്ഥിക്കുകയും ആമേ സ്തോത്രം ആമേ സഭാ ശുശ്രൂഷകളൊക്കെ കർത്താവിന്റെ നാമത്തിൽ ആമേ സാക്ഷി നിൽപ്പാൻ വചനങ്ങൾ ശുശ്രൂഷിപ്പാനൊക്കെ എനിക്ക് അവസരം കർത്താവ് തന്നിട്ടുണ്ട്. അമ്മ എന്നോടും എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു അമ്മച്ചിയാകുന്നു, വളരെ സ്നേഹിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനും ആമേ മിനിമോളും ആകുന്നു. കുഞ്ഞുങ്ങളൊക്കെ എന്നോട് വലിയ കാര്യമാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആന്റി എന്ന് പറഞ്ഞാൽ ആമേ പ്രൈസ് അവർക്കൊക്കെ ഭയങ്കര ചിരിയാ, സന്തോഷമാ. ദൈവത്തിന് സ്തോത്രം. ആന്റി എന്താ പറയുന്നു? ആന്റി എന്താ കർത്താവ് എന്തോ ആന്റിയോട് സംസാരിച്ചു, എൻ്റെ കാര്യം എന്തോ മൂത്തമോൻ ചോദിക്കുന്നതായി കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറയുന്നത്, എനിക്ക് ആമേ നല്ലൊരു ജോലി വേണം, നല്ലൊരു വിവാഹം വേണം. ആമേ സ്തോത്രം. എൻ്റെ കൈക്കൊക്കെ ഇങ്ങനെ വിഷങ്ങൾ വന്നു. ആമേ സ്തോത്രം. അപേക്ഷിച്ച് എൻ്റെ ദൈവം എന്നെ ആമേ വിടുവിക്കും, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും. ഞാൻ പറഞ്ഞു, മോൻ വിഷമിക്കേണ്ട, മോൻ്റെ കൈക്ക് നല്ല വിടുതൽ സൗഖ്യം കർത്താവ് തരും, നല്ല വിവാഹം നടക്കും, നല്ല ജോലി കർത്താവ് തരും, മോൻ പ്രാർത്ഥിക്കുക മോനെ എന്നൊക്കെ പറയുമ്പോൾ അവന് മോന് വലിയ സന്തോഷമാണ്. അങ്ങനെ കുടുംബമായിട്ട് എനിക്ക് വലിയ അടുപ്പമുണ്ട്. ആ കുടുംബമായിട്ട് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ അങ്ങനെ സന്തോഷമായി ദൈവത്തിനും സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ആമേ സ്തോത്രം ദൈവം എനിക്ക് തരുന്ന ആമേ സ്തോത്രം വെളിപ്പാട് ദർശനം ആമേ ദൈവിക ആലോചന പ്രകാരം അങ്ങനെ മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ എന്നെ ഇതുവരെ കർത്താവ് സഹായിച്ചു. ആമേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകർക്കാരൻ കർത്താവിന്റെ സന്നിധിയിൽ ഇത്രത്തോളം ദൈവം ആമേ ചെയ്ത ഉപകാരങ്ങൾ, ദൈവം താമേ തന്ന ആമേ ഹല്ലേലൂയ ആ നന്മകൾ അനുഗ്രഹങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുകയല്ല. അമ്മ ഉടുക്കുവാൻ ഒരു ഡ്രസ്സില്ലാതെ ഒറ്റ സാരി ഉടുത്തോണ്ട് ഞാൻ പോകുന്ന സമയം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഞാൻ ഭാരപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എനിക്ക് ആമേ സ്തോത്രം ഹല്ലേലൂയ അങ്ങനെയൊക്കെ വസ്ത്രത്തിന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇന്ന് വസ്ത്രം ഉടുക്കുവാൻ ഏതുടുക്കണം എന്ന് പറയത്തക്ക രീതിയിൽ എൻ്റെ കർത്താവ് എനിക്ക് വസ്ത്രത്തെ തന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തന്നെ കുഞ്ഞുങ്ങൾക്കും അവയെ നല്ലൊരു ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകാൻ ആദ്യകാലത്ത് ഘട്ടത്തിൽ പറ്റുകയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവയെ പഠിക്കുന്ന കാലത്തും അവയെ ജോലിക്ക് പോകുമ്പോഴൊക്കെ ആമേ സ്തോത്രം അങ്ങനെയായിരുന്നു ബുദ്ധിമുട്ട്. ഒറ്റ സാരി ഉടുത്തുകൊണ്ടാണ് ആമേ പ്രൈസ് വളരെ ഒരു വെള്ള സാരി പുള്ളിയുള്ള സാരി ഉടുത്ത് ആമയെ പോയിട്ട് വന്നിട്ട് അന്ന് കഴുകിയിട്ട് അത് ഉണക്കി തേച്ച് വൃത്തിയാക്കിയാണ് കുഞ്ഞുങ്ങൾ ആമേ ഡ്യൂട്ടിക്ക് പോകുന്നത്. രണ്ടാമത്തെ മോടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത്രമാത്രം ആമേ സ്തോത്രം വളരെ ഭാരത്തിലും നടുവിലും വേദനയിലും കഷ്ടതയിലും ആമേ സ്തോത്രം നടന്ന ഒരു കുടുംബമാണ്.
കഷ്ടതയിൽ ഇരിക്കുന്ന ജനത്തെ കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ കഴിവുള്ള ദൈവമാ നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അവൻ വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തൊരു ദൈവമാകുന്നു. ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടോ അത് എനിക്ക് അതിനപ്പുറമായി ചോദിക്കാത്ത പോലും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ നടത്തി അവരെ സന്തോഷം കാണുവാൻ സ്തോത്രം എനിക്ക് കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. 3-ാം തലമുറ വരെ കാണുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ തന്നു. എൻ്റെ ദൈവം എന്നോട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ അനവധി നന്മകൾ നീ കാണുവാനുണ്ട്. അനവധി കാര്യങ്ങൾ നിനക്ക് സ്തോത്രം നീ അനുഭവിക്കുവാൻ അത് നേരിടുവാനുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. അത് സന്തോഷത്തിന്റെ ദിനമായിരിക്കും നിനക്ക്. ഇനിയുള്ള കാലം അങ്ങനെ തന്നെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എത്ര സ്തുതിച്ചാലും അത് ഞാൻ കുഞ്ഞുങ്ങളോട് പലപ്പോഴും ഞാൻ പറഞ്ഞു, സ്തോത്രം എങ്ങും അങ്ങോട്ടും അങ്ങനെ പോകരുത്. സ്തോത്രം. എൻ്റെ ഭാഷ പറയുന്നത് അങ്ങ് പോകരുത്, വണ്ടിയൊന്നും ഒറ്റയ്ക്കൊന്നും കയറരുത്. സ്തോത്രം. എൻ്റെ പൊന്നു സിസ്റ്ററെ, ഞാൻ ബസ്സിൽ പോകത്തില്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ നീ കൊച്ചുമോൻ വണ്ടിയിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഞാൻ അവന് ജോലിക്കൊക്കെ പോകുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ആട്ടോ പിടിച്ചു പോകും. എൻ്റെ സ്ഥലത്ത് എനിക്കതൊക്കെ വലിയ സന്തോഷമാണ്. ദൈവത്തിന് ഓടി നടന്ന വ്യക്തിയില്ലേ, ഓടി നടന്ന് ജോലി ചെയ്ത വ്യക്തിയില്ലേ, ഓടി നടന്ന് കർത്താവിന് വേണ്ടി സ്തോത്രം ഓടിയതില്ലേ, സ്തോത്രം അനേക സ്ഥാനങ്ങൾ നടന്നു പോയതല്ലേ, പ്രാർത്ഥിച്ചതല്ലേ. യേശു അതൊക്കെ മറക്കുമോ? ഇല്ല, മറക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അവന്റെ അത്ഭുത പ്രവൃത്തികൾ കാണുവാൻ ദൈവം ഇന്നുവരെ എന്നെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. വാക്തത്വമാകുന്നു. എന്നോടുള്ള ദൂത്, എന്നോടുള്ള സ്തോത്രം, എൻ്റെ പേരുള്ള എനിക്ക് തന്ന കാഴ്ചപ്പാട്, ദർശനം, ദൈവത്തിന് സ്തോത്രം. എനിക്കത് ഒരിക്കലും മാറുവാൻ എനിക്കത് എന്നിൽ നിന്ന് മാറിപ്പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വലുതായി വരുന്നതൊക്കെ അത് ചെറുതായി എൻ്റെ സ്തോത്രം അത് നീക്കുപോക്ക് ചെയ്ത് കർത്താവിനെ അവിടെ എല്ലാം സൂക്ഷിച്ചു എന്നെ നടത്തുന്ന ദൈവം ഇന്ന് വരെ എന്നെ നടത്തി പരിപാലിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ സ്തോത്രം TV-യിൽ എനിക്ക് ഇങ്ങനെ ഒരു സന്ദർഭം എൻ്റെ കർത്താവ് തന്നതേ അത് വലിയ സ്തോത്രം സന്തോഷമാകുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ ദൈവത്തിന്റെ പ്രവൃത്തിയാകുന്നു. നിന്നെ ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും നിന്നെ അറിയുന്ന ഒരു ദൈവം നിന്നോട് കൂടെ ഉണ്ട്. നീ എന്തിനാ ഭയപ്പെടുന്നത്? നിന്റെ പേർ ഞാൻ വലുതാക്കും, നിന്നെ ഞാൻ മാനിക്കും, നിന്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കും. നീ ഭാരപ്പെടണ്ട. നീ എന്റെ നാമത്തിൽ ഇറങ്ങിത്തിരിക്കുക. നിന്റെ 6 മക്കളെ ഓർത്ത് ഭാരപ്പെടണ്ട. ഭവനമില്ലെന്ന് അധൈര്യപ്പെടണ്ട. ജോലി നഷ്ടപ്പെടുന്ന അധൈര്യപ്പെടണ്ട. നീ എന്റെ നാമത്തിൽ ഇറങ്ങുക. സ്തോത്രം. ആ കർത്താവ് നമ്മളെ കൈവിടുമോ? ഇല്ല, ഒരിക്കലും വിടത്തില്ല. നീ ചോദിക്കുന്ന എനിക്ക് അത്യന്തമായി നിന്നെ നടത്തുവാൻ ഞാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ സാന്നിധ്യം അങ്ങനെ രുചിച്ചറിഞ്ഞ് ഞാൻ വളരെ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ നാമത്തിൽ ഇത്രത്തോളം ദൈവം നിർത്തി. ഇനി മറ്റുള്ള കാര്യങ്ങൾ അതൊന്നും എന്റേതല്ല, അത് ദൈവത്തിൻ്റെതാ. ദൈവം അത് നടത്തിക്കൊള്ളും, ദൈവം നിവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എൻ്റെ വടക്കുള്ള ശുശ്രൂഷയിൽ നിൽക്കുന്ന മോന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, പ്രവർത്തനത്തിന് വേണ്ടി, ആലയത്തിന്റെ പണിയുടെ വിഷയത്തിന് വേണ്ടി ശക്തമായി നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയും ഞാൻ ചോദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയില്ലെങ്കിൽ ഒരിക്കലും നിൽക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അനേകളുടെ പ്രാർത്ഥനയാകുന്നു ആ കർത്താവിന്റെ ദാസൻ അവിടെ നിൽക്കുന്നത്. പ്രതികൂലത്തിന്റെ മധ്യത്തിലാകുന്നു, പ്രശ്നത്തിന്റെ മധ്യത്തിലാകുന്നു. എപ്പോഴാകുന്നു ഒരു പ്രതിസന്ധികൾ വരുന്നെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള രാജ്യമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ആ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റു കുടുംബങ്ങളൊക്കെ വളരെ സന്തോഷമായി ദൈവം ഒരിക്കൽ കൂടി ഞാൻ എടുത്തു പറയുന്നത്, എൻ്റെ ദൈവം ചെയ്ത സകല ഉപകാരങ്ങളും നന്ദി സ്തോത്രം അർപ്പിക്കുന്ന എല്ലാ മക്കളെയും കൊച്ചുമക്കളെയും ദൈവം അനുഗ്രഹിച്ചു. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു. തലമുറയെല്ലാം അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അവരെ സ്തോത്രം ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുത്താൻ ദൈവം കൊടുത്ത താഴ്ന്നുകൾ അത് വ്യാപാരം ചെയ്യുവാൻ പ്രൈസുള്ള കൊച്ചുമക്കളെ ഓരോരുത്തരെയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാകുന്നു. കുഞ്ഞുമക്കളൊക്കെ 8ാം ക്ലാസ്സിലെ ഡിഗ്രിക്ക് സ്തോത്രം കോളേജിൽ പഠിക്കുന്ന മോളുണ്ട്. 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോളുണ്ട്. അങ്ങനെ അതിൽ താഴ്ന്ന ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പ്രൈസുള്ള ഹല്ലേലൂയ. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേർ 2 പേരുണ്ട്. അവരൊക്കെ വിവാഹങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ പഠിക്കുന്നു. അവർക്ക് നല്ല ജോലിയൊക്കെ ദൈവം തക്ക സമയത്ത് ദൈവം കൊടുക്കും. ഈ നന്മകളൊക്കെ അനുഭവിച്ചേ കർത്താവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തുള്ളൂ.
ദൈവത്തിന് സ്തോത്രം. അത് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാകുന്നു. കർത്താവിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ എന്റെ ഉദവിയാകുന്നു, അവൻ എന്റെ രക്ഷിതാവാകുന്നു, അവൻ എന്റെ പിതാവാൻ ദൈവമാകുന്നു, അവൻ ഉവാമേ സ്തോത്ര അത്ഭുത മന്ത്രിയാകുന്നു, അവൻ വീരണാം ദൈവമാകുന്നു, അവൻ സമാധാനത്തിന് പ്രഭുവാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേ സ്തോത്രം. അവന്റെ ഹാലയ വിളിയും തിരഞ്ഞെടുപ്പും അനുസരിച്ച് ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, നിന്റെ ഹിതം എന്റെ മേൽ പ്രവർത്തിക്കുക, എന്നതാ നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രൈസറോട് എന്നെ ആമേ ആ നിലയിൽ കൂടിയാകുന്ന ദൈവം ഇന്നുവരെയും നടത്തിയത്. ഇത് പകൽക്കാലം ആ കർത്താവിന്റെ സന്നിൽ എന്നെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ആമേ ആമേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിയോട് ആമേ പ്രൈസറോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് ആമേ സ്തോത്രം. ഈ ആമേ TV-യിൽ ആമേ ഇങ്ങനെ ഒരു പ്രവർത്തനം ദൈവത്തിന്റെ ദാസിക്ക് ദൈവം തന്നത് അത് വിലപ്പെട്ടതാകുന്നു. ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. ദൈവത്തിന് സ്തോത്രം. കുടുംബത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാകുന്നു. വീണ്ടും ദൈവം ആമേ ഹല്ലേലൂയ ഇതിൽ കൂടി വലിയ ആമേ സ്തോത്രം ആമേ കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവിന്റെ ദാസിയെ കുടുംബമായി ഒരുക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്ര പ്രകാരം തന്നെ എന്നെ ആമേ സ്തോത്രം ശ്രദ്ധിക്കുന്ന ആമേ ഈ ആമേ സ്തോത്രം ആമേ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന എല്ലാ പക്ഷകരെയും ദൈവദാസന്മാർ കാണും, ആമേ ദൈവദാസന്മാർ കാണും, ആമേ യൗവനക്കാർ കാണും. ഒക്കെ കർത്താവിന്റെ നാമത്തിൽ പകർക്കാരും എന്റെ നന്ദിയെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഒരു സാക്ഷ്യം ഉളവാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഈ സാക്ഷ്യം കേട്ടവരൊക്കെ ആമേ എന്തെങ്കിലും പ്രയാസത്തിലോ ഭാരത്തിലോ നിരാശയിലോ ആമേ പ്രൈസുകളോ ശുശ്രൂഷ മണ്ഡലത്തിലോ ആർക്കെങ്കിലും ആമേ ഇടർച്ചകളോ പ്രതിസന്ധികളോ എന്തെങ്കിലും കടന്നു വരുന്നെങ്കിൽ ആമേ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു. അവർ ഒരിക്കലും നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ആമേ സ്തോത്ര ഹല്ലേലൂയ. അവൻ നമ്മുടെ ഉദവിയാകുന്നു. സ്തോത്രം. അവൻ നമ്മെ അനുഗ്രഹിക്കും. നിങ്ങളെ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ പകൽക്കാലം ദൈവത്തിന്റെ നാമത്തിൽ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രേക്ഷകരെ മുദ്രയിട്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസിയും കുടുംബത്തെയും ഈ പ്രവർത്തനത്തെ കർത്താവിന്റെ നാമത്തിൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുദ്രയിട്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാകുന്നു. ഇത് പകൽക്കാലം ഇത്രയും സമയം ദൈവസ്ഥ എനിക്ക് നിൽപ്പാൻ ഒരു സാക്ഷിയാക്കി എളിയ സാക്ഷിയായി നിൽപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവിനെ നന്ദി സ്തോത്രം വീണ്ടും അർപ്പിക്കുന്നു. എല്ലാവരും എന്റെ നന്ദി സ്തോത്രം അർപ്പിക്കുന്നു. ദൈവം എല്ലാവരും ധാരാളമായി ഇത് പകൽക്കാലം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രയി ആമേ സാക്ഷ്യം നിന്ന് പകൽക്കാലം ഞാൻ നിർത്തിക്കൊള്ളുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സുബി സുബി ഈ സുബി കഴിഞ്ഞ് വരാൻ പറ. കേൾക്കുന്നില്ല സൗണ്ട് കേൾക്കില്ല. അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ പ്രൈസ് ലോർഡ് ആൻറ്റി. പ്രൈസ് ലോർഡ്. ഓക്കെ, ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഈ വാർദ്ധക്യത്തിൽ അധികം ഫലം കായ്ക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ഈ വാർദ്ധക്യത്തിലും കർത്താവിന് വേണ്ടി ഇത്രത്തോളം പ്രവർത്തിക്കാനും പ്രയോജനപ്പെടുവാനും ജീവിതാനുഭവം ഷെയർ ചെയ്യാനും ഒക്കെ കർത്താവ് ഉപയോഗിച്ചല്ലോ. ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനിയും കർത്താവ് ധാരാളം ഉപയോഗിക്കട്ടെ. ആയുസ്സും ആരോഗ്യമൊക്കെ നൽകി തരട്ടെ. അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ആൻറ്റി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ച് നിർത്തിയാട്ടെ. ഓക്കെ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ സ്തോത്രം. ചെയ്യമെടുത്ത് പ്രാർത്ഥിക്കുന്ന പകർക്കാർമേ കർത്താവേ ഹല്ലേലൂയ. ആമേ ജോസ്നിയെ കർത്താവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന ദാസിയെ കുടുംബമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ കർത്താവേ ഹല്ലേലൂയ. അധികമായി അനേകർക്ക് കർത്താവേ സ്തോത്രം ആമേ ദൈവനാമത്തിൽ പകർന്നു കൊടുക്കാൻ പ്രിയപ്പെട്ട ദാസിയെ ഒരുക്കണം. കർത്താവിന്റെ ദാസനെ ഒരുക്കണം. ആമേ അനേകർ കടന്നു വന്ന് ഈ അമേ സ്തോത്ര ഹല്ലേലൂയ സാക്ഷ്യം പറയുക. ദൈവത്തിന് ആത്മാവ് സഹായിക്കണം. അത് വലിയ ദൈവപ്രവൃത്തി കാരണമാക്കണമേ. സ്വർഗ്ഗപിതാവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവമേ പ്രവൃത്തി ദാസരെ ആമേ ദാസി കുടുംബമായി ഒരിക്കൽ കൂടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാത്രമാക്കി തീർക്കുന്ന ദൈവത്തിന് സ്തോത്രം. ആമേ കേട്ടവേ
ഡോക്ടർമാരെ എല്ലാവരെയും എല്ലാവരും പേര് വ്യക്തിപരമായി ഒരു ഇരിപ്പും നിലയും കർത്താവ് അറിയുന്നു. കർത്താവെ, ഞാൻ ഒന്നും അറിയുന്നില്ല ദൈവമേ, അവർക്ക് എല്ലാ വിഷയത്തിന്മേൽ ഏത് വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നോ ആ വിഷയത്തിന് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണം. സ്വർഗ്ഗമേ സമർപ്പിക്കുന്നു. ആമേ, പിതാവിന്റെ പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും ഇത് പകൽക്കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു. ദൈവത്തിന് പ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കരം എന്നോടുകൂടി പെടുന്ന ആവശ്യം കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടു സ്വന്തം മഹത്വം തിരുമേനി എടുത്തിരിക്കാൻ സ്തോത്രം. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം, 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 സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ.